ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ഇന്ത്യൻ ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ടറുമായി ബന്ധപ്പെട്ടൊരു തുടക്കം കുറിച്ച് വെച്ചു. ഗതാഗത മാധ്യമം, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പുകൾ, ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന, ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യനെയും കണക്ട് ചെയ്യുന്ന റോഡ് ഗതാഗതം എന്ന ടൈപ്പിനെ പറ്റിയിട്ട്, ഗതാഗത മാധ്യമത്തെ പറ്റിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. പ്രധാന ഹൈവേ പദ്ധതികളും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അതുപോലെ തന്നെ സമാനമായ രീതിയിൽ റോഡ് ഗതാഗതം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, അതായത് ഇന്ത്യക്കുള്ളിലുള്ള ഗതാഗത സൗകര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള ആൾക്കാർ ആശ്രയിക്കുന്ന ഗതാഗത മാധ്യമമാണ് റെയിൽ ഗതാഗതം എന്ന് പറയുന്നത്. റെയിൽവേസ്, ഇന്ത്യൻ റെയിൽവേസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇന്ത്യൻ റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകളായിരിക്കും. നിങ്ങൾക്കിവിടെ 3 സമയങ്ങളിലായിട്ടുള്ള ട്രെയിനുകളുടെ ചിത്രം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇതിലും പ്രാചീനമായിട്ടുള്ള ട്രെയിനുകൾ പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ശേഷം ഡീസൽ വന്നു, ഇലക്ട്രിക് വന്നു. ഇലക്ട്രിക്കിൽ തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രെയിൻ സംവിധാനങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ നിന്ന്. എന്നാലും വി സ്റ്റിൽ ഹാവ് മൈൽസ് ടു ഗോ. ഒരുപാട് ദൂരം നമുക്കിന്നും റെയിൽ ഗതാഗതത്തെ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്, ഇനിയും ഒരുപാട് ദൂരം. എന്തായാലും അതിലേക്കുള്ള ചുവടുപടികളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്ത് പോകും. ഒരിക്കൽ കൂടി സഹകാരി പി എസ് സിയുടെ മറ്റൊരു ഇന്ത്യൻ ജിയോഗ്രഫി ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നേരെ നമ്മൾ റെയിൽ ഗതാഗതത്തിലേക്ക് കടക്കാൻ പോവാണ്. ഇന്ത്യൻ റെയിൽവേസ്. ഇന്ത്യൻ റെയിൽ ഗതാഗതം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ആർട്ടറി എന്ന്, ധമനി എന്ന് വിശേഷിപ്പിക്കുന്ന സംവിധാനമാണ് കേട്ടോ റെയിൽ ഗതാഗതം. ഇന്ത്യൻ റെയിൽവേ സിസ്റ്റം ഈസ് മെയിൻ ആർട്ടറി ഓഫ് ദി കൺട്രീസ് ഇൻലാൻഡ് ട്രാൻസ്പോർട്ട്. ഞാൻ പറഞ്ഞത് ഡൊമസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഏറ്റവും വലിയ ഒരു, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ദീർഘദൂര യാത്രകൾ നടത്തുന്നതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നത് ട്രെയിൻ ഗതാഗതത്തെയാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആശ്രയിക്കുന്നത്, സാധാരണക്കാർ ആശ്രയിക്കുന്നത് ഇന്ത്യൻ റെയിൽവേസ് ആണ്. ഇപ്പോൾ ദൂരയാത്രകൾ ഇന്ത്യയിൽ നിന്ന്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പോകണം. കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പോകാൻ ഒരു 3 ദിവസം ട്രെയിനിൽ കയറിയിരുന്നൊരു യാത്ര നടത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ താഴെയുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്ത് നടത്താം. പക്ഷെ ഫ്ലൈറ്റ് താരതമ്യേന എക്സ്പെൻസീവാണ് ഈ ട്രെയിനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. സാധാരണക്കാരായ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഓപ്റ്റ് ചെയ്യുന്നത് ഒരു ട്രെയിൻ യാത്ര തന്നെയായിരിക്കും. അങ്ങനെ സാധാരണ ഒരാൾക്ക് പോലും ടിക്കറ്റ് എടുത്ത് സഞ്ചരിക്കാൻ തക്കവണ്ണം, ദീർഘദൂരം ടിക്കറ്റ് എടുത്ത് സഞ്ചരിക്കാൻ തക്കവണ്ണം വളരെ എക്കണോമിക്കലായിട്ട് ഓഫർ ചെയ്തിരിക്കുന്ന ഒരു പ്രൈസ് പോയിന്റിൽ അഫോർഡബിളായിട്ട് നൽകിയിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ റെയിൽ ഗതാഗതം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൽ ഏറ്റവും അധികം യാത്രകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനം ആൾക്കാർ വിനിയോഗിക്കുന്നതാണ്. റെയിൽവേസ് വിർച്വലി ഫോം ദ ലൈഫ് ലൈൻ ഓഫ് ദി കൺട്രി, catering to its needs for large scale movement of traffic, both freight as well as passenger, thereby contributing to economic growth and also promoting national integration. അല്ലേ, അതായത് ഇന്ത്യ എന്ന ഒരു ബൃഹത്തായ രാജ്യത്തെ പരസ്പരം കണക്ട് ചെയ്യുന്നതിന് റെയിൽ ഗതാഗതം സഹായിക്കുന്നുണ്ട്. ഡൽഹിയിലുള്ള ആൾക്ക് മലയാളിയെ അറിയാമെന്നുണ്ടെങ്കിൽ അതിന് സഹായിച്ചതിലൊരു പ്രധാന പങ്ക് ട്രെയിൻ അല്ലെങ്കിൽ ഈ റെയിൽവേ എന്ന് പറയുന്ന സംവിധാനം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷനെ, ദേശീയ ഒരുമിപ്പിക്കലിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് റെയിൽവേസിനെ പറയാൻ പറ്റും. അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയ്ക്കും വളരെ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് റെയിൽവേ വഹിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ റെയിൽവേക്ക് നേരിട്ട് പണം കിട്ടുന്നു ടിക്കറ്റ് എടുക്കുന്ന വഴി എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഓരോ ജനത്തിൻ്റെയും, ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ ജനവിഭാഗത്തിൻ്റെയും ദീർഘദൂര യാത്രകൾ സാഫല്യമാക്കിക്കൊണ്ട് എക്കണോമിക് ഭദ്രത ഉറപ്പാക്കാൻ ഓരോ വ്യക്തിയെയും സഹായിക്കുന്നു എന്നുള്ളത് ഇക്കണോമിക് ഗ്രോത്തിനെ കൂടി ബൂസ്റ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഫ്രൈറ്റും പാസഞ്ചർ ട്രാഫിക്കും ഉണ്ടല്ലോ, ചരക്ക് ഗതാഗതവുമുണ്ട്, ആൾക്കാരെ വഹിച്ചുകൊണ്ടുള്ള ഗതാഗതവും റെയിൽവേ സംവിധാനങ്ങൾ നടത്തുന്നുണ്ട് അല്ലേ. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറുകൾക്ക് വേണ്ട ഖനികളിൽ നിന്ന് എത്തുന്ന കൽക്കരിയും മറ്റ് റോ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ എത്തിക്കുന്നേ? റെയിൽവേ സംവിധാനങ്ങൾ വഴി എത്തിക്കുകയും ഒരു എയർപോർട്ട്, ഒരു സീപോർട്ടിലേക്ക് എത്തുന്ന വലിയ ചരക്കിനെ റെയിൽവേ സംവിധാനം മറ്റൊരു പ്രധാന കേന്ദ്രത്തിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. അങ്ങനെയും ഇക്കണോമിക് ഇൻ്റഗ്രേഷനിൽ ഇവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഇന്ത്യൻ റെയിൽവേസ് ഈസ് ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓഫ് ദി കൺട്രി. നമുക്കറിയാം അല്ലേ, ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ പൊതുമേഖലാ സ്ഥാപനമാണ്, ഏറ്റവും ലാർജസ്റ്റായ പബ്ലിക് സെക്ടർ PSU ഏതെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിൽ India has the second largest railway network in Asia
ആൻഡ് ദ ഫോർത്ത് ലാർജസ്റ്റ് റെയിൽവേ നെറ്റ്വർക്ക് ഗ്ലോബലി. ഇപ്പോൾ ലോകത്തിൽ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കിൻ്റെ സ്ഥാനം എത്രാമത്തേതാണെന്ന് ചോദിച്ചാൽ അത് 4ാം സ്ഥാനമാണ്. ലോകത്തിലുള്ള റെയിൽവേ നെറ്റ്വർക്കുകളിൽ 4ാം സ്ഥാനത്ത്, 4th പ്ലേസിലാണ് ഇന്ത്യൻ റെയിൽവേ ഉള്ളതെങ്കിൽ ഏഷ്യയുടെ കാര്യത്തിൽ ഏഷ്യയിൽ 2nd റാങ്കിങ് ആണ് ആഫ്റ്റർ ചൈന. അപ്പോൾ ഒന്നാമത് നിൽക്കുന്ന ആരായിരിക്കും ഇവിടെ? ചൈന. റെയിൽവേ ഗതാഗതത്തിൽ ഒന്നാമത് നിൽക്കുന്ന ചൈനയുടെ, ഏഷ്യയിൽ. ചൈന കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ്. ചൈനയ്ക്കും ഇന്ത്യക്കും മേൽ ഏറ്റവും കൂടുതൽ റെയിൽ സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾ ഏതാണ്? US-ഉം റഷ്യയുമാണ്. അപ്പോൾ US, റഷ്യ, ചൈന അത് കഴിഞ്ഞാൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കേട്ടോ, മറ്റ് വികസിത രാജ്യങ്ങളോ വികസ്വര രാജ്യങ്ങളോ ഒന്നുമല്ല. 4ാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട്. Covering a vast network spanning over 126,366 kilometers of tracks and over 7,335 stations. 1,00,000 ലക്ഷത്തിൽ കൂടുതൽ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന റെയിൽവേ നെറ്റ്വർക്കും 7,335ഓളം റെയിൽവേ സ്റ്റേഷനുകളും അടങ്ങുന്ന ഒരു വളരെ വാസ്റ്റായിട്ടുള്ള നെറ്റ്വർക്കാണ് ഇന്ത്യൻ റെയിൽവേ സംവിധാനം എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം പരിശോധിച്ചാൽ തുടക്കം കുറിക്കുന്നത് 1853 ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടം 1800-കളിൽ അന്നത്തെ ഗവർണർ ജനറലായിരുന്ന ശ്രീ ദൽഹൌസി പ്രഭുവിൻ്റെ, ലോർഡ് ദൽഹൌസിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ സംവിധാനം നിലവിൽ വരുന്ന 1853. ബോംബെ മുതൽ താനെ വരെയായിരുന്നു ആദ്യ സർവീസ്. നിരന്തരം PSC ചോദ്യമാണിത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. റെയിൽവേ ലൈൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന 1853 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊക്കെ സ്റ്റേഷനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു? ബോംബെയും താനെയും. ആരാണ് അത് കൊണ്ടുവരുന്നത്? ലോർഡ് ദൽഹൌസിയാണ്. അതുകൊണ്ട് ലോർഡ് ദൽഹൌസി ഇന്ത്യൻ റെയിൽവേയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവെന്ന് ആരെ വിശേഷിപ്പിക്കാം? ലോർഡ് ദൽഹൌസി അതുകൊണ്ട് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. The practice of a separate budget for railway was started in 1924 as per the recommendations made by the Ackworth Committee. See, 1924, 1924, that is also before independence. ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ തന്നെയാണ് കേട്ടോ. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അന്ന് അക്വർത്ത് കമ്മിറ്റി ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ റെയിൽവേ സംവിധാനം ഇത്രയും വാസ്റ്റായിട്ടുള്ളതിനാൽ തന്നെ റെയിൽവേക്ക് ഒരു പ്രത്യേക ബജറ്റ് അവതരണം വേണം എന്ന് അക്വർത്ത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം 1924 സെപ്പറേറ്റ് റെയിൽവേ ബജറ്റ്, അതായത് നമ്മുടെ ആനുവൽ ബജറ്റിൽ നിന്ന് റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത് 1924 പഠിച്ചിരിക്കുക. എന്നാണ് 1924 നമ്മുടെ മെയിൻ ആനുവൽ ബജറ്റിൽ നിന്ന് റെയിൽവേ ബജറ്റ് എന്ത് ചെയ്തത്? സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. ആരുടെ കമ്മിറ്റി റെക്കമെൻഡേഷൻ? ഏത് കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരം? അക്വർത്ത് കമ്മിറ്റി. സെറ്റ്. India stopped presenting a separate railway budget in 2017 after the Union Cabinet approved the merger with the General Budget in 2026. അതായത് 1924 മുതൽ അങ്ങോട്ടൊരു പ്രത്യേക ആനുവൽ ബജറ്റ് അല്ലെങ്കിൽ ഒരു ജനറൽ ബജറ്റും അതുപോലെ ഒരു റെയിൽവേ ബജറ്റും എന്ന രീതിയിൽ 2 ബജറ്റ് അവതരണം ഉണ്ടായിരുന്നെങ്കിൽ 2017 തൊട്ട് ഇത് വീണ്ടും മെർജ് ചെയ്യാണ്. 2017 യൂണിയൻ ക്യാബിനറ്റ് 2016 തീരുമാനം എടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു റെയിൽവേ ബജറ്റ്, ഇപ്പോൾ നമ്മൾ ഡിഫൻസ് ബജറ്റ് അതിനേക്കാളും കൂടുതൽ, റെയിൽവേക്കാൾ കൂടുതൽ ഡിഫൻസ് ബജറ്റ് ഉണ്ട്. ഡിഫൻസിന് നമ്മൾ സെപ്പറേറ്റ് ബജറ്റ് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യണില്ല. സോ ബെറ്റർ എന്ത് ചെയ്താൽ മതി? ബജറ്റ്, റെയിൽവേ ബജറ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് അവതരിപ്പിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യകത ഉണ്ടാകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് റെയിൽവേ ബജറ്റും യൂണിഫൈ ചെയ്യപ്പെട്ട ജനറൽ ബജറ്റിനോടൊപ്പം തന്നെ അവതരിപ്പിച്ചാൽ മതി എന്ന തീരുമാനം 2016 എടുത്ത് 2017 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് റെയിൽവേ ബജറ്റിൻ്റെ അവതരണം നിർത്തുന്നുണ്ട്. 2017 മുതലാണ് ഇന്ത്യയിൽ വീണ്ടും സെപ്പറേറ്റ് റെയിൽവേ ബജറ്റിൻ്റെ അവതരണം ഇല്ലാതിരുന്നത്. അപ്പോൾ മുമ്പില്ലായിരുന്നു, 1924 മുമ്പ് സെപ്പറേറ്റ് റെയിൽ ബജറ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 24 തൊട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു സെപ്പറേറ്റ് റെയിൽ ബജറ്റ് ഉണ്ട്. ആലോചിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 47, അതിനുശേഷം ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന 50, ശേഷമുള്ള വർഷങ്ങൾ മുഴുവൻ 50 വർഷം 67 വർഷത്തോളം വീണ്ടും റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പോലും 70 വർഷം അല്ലേ, 70 വർഷത്തോളം കാലഘട്ടം വീണ്ടും റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് ചെയ്ത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ അതിനുശേഷമാണ് 2017 റെയിൽവേ ബജറ്റ് എന്ത് ചെയ്തത്? ജനറൽ ബജറ്റിനോട് യൂണിഫൈ ചെയ്തെന്ന് പഠിച്ചിരിക്കുക. ഈ COVID-19 സമയത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ലൊജിസ്റ്റിക്കൽ സ്ട്രെങ്ത് ഷോക്കേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓക്സിജൻ എക്സ്പ്രസ് എന്ന രീതിയിൽ മെഡിക്കൽ ഓക്സിജൻ സംസ്ഥാനങ്ങളിലുടനീളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ റെയിൽവേ ഒരു യജ്ഞം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ്
പിന്നെ ആരംഭിച്ചിരുന്നു. അതിൻ്റെ പേരാണ് ഓക്സിജൻ എക്സ്പ്രസ്. കോവിഡ് പാൻഡമിക് ഉണ്ടായ സമയത്ത് നമ്മുടെ രാജ്യത്തിലുള്ള പല സംസ്ഥാനങ്ങളും ഫേസ് ചെയ്തൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ കിട്ടാനില്ല എന്നുള്ളതായിരുന്നു. കാരണം ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ശ്വാസതടസ്സം പോലുള്ളവയും നേരിടുന്നവയാണ് കൂടുതൽ കേസസ് ഹോസ്പിറ്റൽസിൽ ഒരല്പം സീരിയസ് ആകുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റുകളുടെ റിക്വയർമെൻറ്റ് ഒരുപാട് ഡിമാൻഡ് കൂടി. അപ്പോൾ അത് കിട്ടാനില്ല ആവശ്യത്തിന്. അങ്ങനെ ആ സമയത്ത് റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് ഓക്സിജൻ എക്സ്പ്രസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്പെഷ്യൽ റെയിൽവേ കോറിഡോർസ് സച്ച് ആസ് ദി നോർത്ത് ഈസ്റ്റ് കണക്ടിവിറ്റി പ്രൊജക്റ്റ് എയിംസ് ടു ബൂസ്റ്റ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് നാഷണൽ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ പ്രത്യേക റെയിൽവേ പദ്ധതികളും രൂപീകരിക്കപ്പെടുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കണക്ടിവിറ്റി പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റിക്ക് ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ഇന്ത്യ അച്ചീവ്ഡ് ഓവർ 1000 kilometers ഓഫ് ഓപ്പറേഷണൽ മെട്രോ റെയിൽ നെറ്റ്വർക്ക്, ബിക്കമിംഗ് ദ വേൾഡ്സ് 3rd ലാർജസ്റ്റ് മെട്രോ സിസ്റ്റം. മെട്രോ റെയിൽ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ 3-ാം സ്ഥാനം. ഇന്ത്യൻ ടോട്ടൽ റെയിൽ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ 4-ാം സ്ഥാനത്താണെങ്കിലും മെട്രോ റെയിൽവേ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. ചൈനയും US കഴിഞ്ഞാൽ ഇന്ത്യയാണ് മെട്രോ റെയിൽ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജരക്ഷയല്ല. ഇപ്പോൾ കേരളത്തിലുണ്ട് മെട്രോ, നമുക്കറിയാം കൊച്ചി മെട്രോ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ കേവലം ഒരൊറ്റ മെട്രോ സർവീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ വാസ്തവമാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് മെട്രോ സർവീസ് ഉണ്ട്. തുടക്കത്തിൽ തന്നെ കൊൽക്കത്തയിലാണ് അത് ആരംഭിക്കുന്നത് അല്ലേ. മെട്രോ ലൈൻ ആരംഭിക്കുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. പിന്നീട് അങ്ങോട്ട് പല സംസ്ഥാനങ്ങളിലായിട്ട് മെട്രോ സംവിധാനങ്ങൾ രൂപീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നിലവിൽ 1000 കിലോമീറ്ററിൽ കൂടുതലാണ് മെട്രോ റെയിൽ നെറ്റ്വർക്കുകൾ മാത്രമായിട്ട് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം നെറ്റ്വർക്ക് നമുക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. മെട്രോ പൊതുവെ ഈ അർബൻ ട്രാൻസ്പോർട്ടേഷൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരിക കേട്ടോ, അല്ല ദീർഘദൂര യാത്രകൾക്ക് വേണ്ടിയിട്ടല്ല. നമുക്കറിയാം ഷോർട്ട് ടേം റിക്വയർമെൻ്റ് ആണ്. ഷോർട്ട് ടേം യാത്രകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റി സർക്കിൾ എന്ന രീതിയിലാണ് മെട്രോ സർവീസുകൾ വരിക. അപ്പോൾ അതുകൊണ്ടാണ് 1000 കിലോമീറ്ററിൽ വന്നപ്പോൾ 1.25 ലക്ഷം കിലോമീറ്റർ ഇന്ത്യൻ റെയിലിൽ മൊത്തത്തിൽ ഉണ്ടല്ലോ, ഇതിന് 1000 വലിയ ഉള്ളൂ എന്ന് കരുതരുത്. ടോട്ടൽ ഷോർട്ട് ടേം ഡിസ്റ്റൻസ് കവറേജിനാണ് മെട്രോസ് ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ടാണ്. In financial year 2023-2024, the railway have decided to develop 1275 railway stations under the Amrit Bharat scheme. കേട്ടിട്ടുണ്ടാകും അല്ലേ? അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ടൊരു 1275 റെയിൽവേ സ്റ്റേഷൻസ് ഒന്ന് റീഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ വന്ദേ ഭാരത് എക്സ്പ്രസ് expansion to Tier 2 and Tier 3 cities is a step towards improving accessibility and regional economic development. Tier 2, Tier 3 പോലുള്ള താരതമ്യേന ഏറ്റവും മെട്രോപൊളിറ്റൻ അല്ലാത്ത സിറ്റികളിലേക്കും അതിനേക്കാൾ താഴ്ന്ന സിറ്റികളിലേക്കും ഒക്കെ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ ഈ സമയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽ ഫ്രൈറ്റ് എമിറ്റ്സ് നിയർലി 80% ലെസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് പെർ ടൺ കിലോമീറ്റർ ദാൻ റോഡ് ട്രാൻസ്പോർട്ട്, മേക്കിംഗ് ഇറ്റ് ദ കീ പ്ലെയർ ഇൻ ഇന്ത്യ സസ്റ്റൈനബിൾ മൊബിലിറ്റി സ്ട്രാറ്റജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതിൽ ഇപ്പോൾ അമൃത് ഭാരത് സ്കീമുണ്ട്, അതുപോലെ വന്ദേ ഭാരത് എക്സ്പ്രസ്, ഇതൊക്കെ ഡെവലപ്മെൻറ്റ്സ് പറയുന്നതാണ്. ജനറലായിട്ട് അത് പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടിനായാലും പാസഞ്ചർ ട്രാൻസ്പോർട്ടിനായാലും റെയിൽവേസ് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് വ്യാപകമായിട്ട്. ഇതിൽ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്ത് പറയുന്നതാണ് നിയർലി 80% ഫോസിൽ ഇന്ധനമാണ് സേവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ റോഡ് ഗതാഗതം ഉപയോഗിക്കുന്നതിനെ അപേക്ഷിച്ച് റെയിൽ ഗതാഗതം ഉപയോഗിക്കുമ്പോൾ നിയർലി 80% ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എനിക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ സസ്റ്റൈനബിൾ മൊബിലിറ്റി സ്ട്രാറ്റജിക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് മാറും. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, എനിക്കിത് മീറ്റ് ചെയ്യാൻ പറ്റണം. എനിക്ക് ആവശ്യമായുള്ള അത്രയും റിക്വയർമെൻറ്റിലുള്ള ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ റെയിൽ ഗതാഗതം വഴി സമയബന്ധിതമായിട്ട് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിപ്പോൾ ഓൾറെഡി ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് റെയിൽവേ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിലും വ്യാപകമായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ ഐ നീഡ് മോർ റെയിൽ ലൈൻസ്. ശരിയല്ലേ? അവിടെ അപ്പോൾ വീണ്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകത വരുന്നുണ്ടാവും. എന്തായാലും കുഴപ്പമില്ല, ഉള്ളത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഓടുന്നത് കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇനിയും കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ നമുക്ക് എങ്കിൽ ഫർദർ ഡെവലപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം. As part of its long-term sustainability goal, the government is driving efforts to achieve net zero carbon emission by 2030 through extensive electrification and expansion of new rail lanes. കണ്ടോ, ഈ എക്സ്പാൻഷൻ ഓഫ് ന്യൂ റെയിൽ ലൈൻസ് ഇത് വേണം. കാരണം ഇതുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. കാരണം നിലവിൽ ഓൾറെഡി നമ്മളിപ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് നടക്കത്തില്ല. നമ്മുടെ സസ്റ്റൈനബിലിറ്റി ഗോൾസ് ഗവൺമെൻറ് എന്തോ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്ത് അച്ചീവ് ചെയ്യാൻ? നെറ്റ് സീറോ കാർബൺ എമിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ബൈ 2030 എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ഓർത്തോണം. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് പ്ലാനിങ് ടു അച്ചീവ് നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുന്നത് ബൈ 2070 ആണ്. ഇന്ത്യൻ ഗവൺമെൻറ് നെറ്റ് സീറോ എമിഷൻ, ഇന്ത്യയുടെ നെറ്റ് സീറോ എമിഷൻ
ടാർഗറ്റ് ചെയ്ത് 2070. അപ്പോൾ ഇവിടെ ഇതിന് 2030 എന്നല്ലേ? അതെന്താ? അത് ഇന്ത്യൻ റെയിൽവേയുടെ നെറ്റ് സീറോ എമിഷൻ. അത് ഇന്ത്യൻ റെയിൽവേ ഗതാഗത സംവിധാനത്തിൽ നിന്ന്, റെയിൽ ഗതാഗത സംവിധാനത്തിൽ നിന്നുള്ള കാർബൺ എമിഷൻ 2030 ഇല്ലാണ്ടാക്കുക, നെറ്റ് സീറോ ആക്കുക. റെയിൽ എമിഷൻസിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെയിൽവേസിൻ്റെ ഭാഗമായിട്ടെന്നുള്ള നെറ്റ് സീറോ എമിഷൻ പ്ലാൻ ചെയ്യുന്നത് 2030 തന്നെയാണ്. പക്ഷേ ഇന്ത്യ നെറ്റ് സീറോ എമിഷൻ പ്ലാൻ ചെയ്യുന്നത് 2070 കേട്ടോ. ആ ഒരു വ്യത്യാസം ഉണ്ടാകും, നോട്ട് ചെയ്ത് വെച്ചോണം. ഇത് നമ്മുടെ പഞ്ചാമൃത ലക്ഷ്യങ്ങളിൽ, എനർജിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഞ്ചാമൃത ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. പഞ്ചാമൃത ഗോൾസ് ഓഫ് ഇന്ത്യ 5 ലക്ഷ്യങ്ങളുണ്ട്. ആ 5 ലക്ഷ്യങ്ങളിൽ ഒന്ന്, ഏറ്റവും 5ാമത്തെ ലക്ഷ്യമാണ് നെറ്റ് സീറോ എമിഷൻ ബൈ 2070 എന്നൊക്കെ പറയുന്നത്. ഇന്ത്യയുടെ ക്ലൈമറ്റ് അഗ്രിമെൻറ്റ്സുമായിട്ട് ഇന്ത്യ ഭാഗമാണല്ലോ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണത്. റൈറ്റ്, മുന്നോട്ട് പോവാം. These initiatives are crucial for building a modern, efficient and environment-friendly railway network. അതെ, 97% of broad gauge lines are electrified, reflecting Indian Railways' commitment to sustainability and reduce rail reliance on fossil fuels. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന റെയിൽ പാതകളെന്ന് പറയുന്നത് ബ്രോഡ് ഗേജുകൾ തന്നെയാണ്. ബ്രോഡ് ഗേജ് ആയിട്ടുള്ള റെയിൽ നെറ്റ്വർക്കാണ് നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബ്രോഡ് ഗേജ് നെറ്റ്വർക്കുകളുടെ 97% എന്ത് ചെയ്യപ്പെട്ട് കഴിഞ്ഞു? വൈദ്യുതീകരിക്കപ്പെട്ട് കഴിഞ്ഞു, ഇലക്ട്രിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. വിച്ച് വിൽ റിഫ്ലക്റ്റ് അവർ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് എന്താ പറയുക, സസ്റ്റൈനബിലിറ്റി ആസ് വെൽ എസ് ഇത് നമുക്ക് മറ്റൊരു രീതിയിലും ബെനിഫിറ്റാണ്. എങ്ങനെ? നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ, ഇപ്പോൾ ഇതല്ല ഇലക്ട്രിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക ഡീസലാണല്ലോ. ഇപ്പോൾ ഡീസൽ ഒരു ഫോസിൽ ഇന്ധനമാണ്, നമ്മുടെ കയ്യിലില്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡീസലിന്മേൽ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽസിന്മേലുള്ള ഇന്ധന ഡിപ്പെൻഡൻസിനൊരു വലിയ തോതിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതോട് വെച്ചാൽ 97% അച്ചീവ് ചെയ്തത്. ദ ഗവൺമെൻറ് എയിംസ് ടു ഇൻക്രീസ് ദ ഫ്രൈറ്റ് ഷെയർ ഫ്രം 35% to 45% by 2030 in line with India's nationally determined contribution under the Paris Agreement. ഇത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് 80% കാർബൺ എമിഷനെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ കൺട്രോൾ ചെയ്യും ട്രെയിൻ ഗതാഗതം ഉപയോഗിച്ചിട്ട് നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഷെയർ 35 നിന്ന് എത്രയിലേക്ക് മാറ്റുക? 45% അച്ചീവ് ചെയ്യുക എന്ന് ബൈ 2030 ഓർത്ത് വെച്ചോണം കേട്ടോ. അതാണ് നമ്മുടെ NDC, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റെയിൽ ഗതാഗതം ഉപയോഗിച്ചുകൊണ്ടുള്ള ചരക്ക് ഗതാഗതം 35% നിന്ന് 45% വർദ്ധിപ്പിക്കുക ബൈ 2030 വർദ്ധിപ്പിക്കുക എന്നൊരു പ്ലാൻ കൂടി ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നറിഞ്ഞിരിക്കുക. Nationally determined contributions are climate action plans that each country submit to the United Nations Framework Convention on Climate Change as part of the Paris Agreement. അല്ലേ, ഓരോ രാജ്യവും അവനവനായിട്ട് ഇപ്പം നമ്മളോട് UN വന്ന് പറയുകയല്ല, നിങ്ങൾ കാർബൺ ഗവൺമെൻറ് ബഹിർഗമനം കുറയ്ക്കണം, എന്നല്ല തന്നെ. അതിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ എന്തൊക്കെ പ്ലാൻസ് വെച്ചിട്ടാണ് നിങ്ങളത് കുറയ്ക്കുക എന്നുള്ളത് പറയുമ്പോൾ ഓരോ രാജ്യവും പറയുന്നത് ഇന്ന പ്ലാൻസ് ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, എനിക്ക് ഇന്ന പ്ലാൻ മുഖാന്തരം ഞാൻ കുറയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് പറയുന്നതിനാണ് നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുക എന്നുള്ളതാണ്. These plans outline how countries will reduce greenhouse gas emission and adapt to the impact of climate change to achieve the Paris Agreement goal of limiting global warming to well below 2% above pre-industrial levels. ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ലെവലിൽ നിന്നും 2 ഡിഗ്രി കുറഞ്ഞ രീതിയിലുള്ള ഒരു ഗ്ലോബൽ വാർമിങ്ങിലേക്ക് കൊണ്ടുപോകും. 1.5 ഡിഗ്രീസ് ലിമിറ്റ് ചെയ്യാൻ പറ്റി അത്രയും എന്ന രീതിയിൽ പറയുന്നതാണ്. അത് വേണ്ട, അത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. NDCs വേറെ. Okay, special trains such as Bharat Gaurav trains and luxury trains like the Palace on Wheels attract both domestic as well as international tourists. See, പണ്ടത്തെ റെയിൽ സംവിധാനം അല്ലല്ലോ ഇന്നിപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കമ്പനി കൂടിയാണ്, അല്ലെങ്കിൽ ടൂറിസം ഡെവലപ്മെൻറ്റ് കമ്പനി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭാരത് ഗൗരവ് ട്രെയിൻസ്, അതുപോലെ ലക്ഷറി ട്രെയിൻസ് ആയിട്ടുള്ള പാലസ് ഓൺ വീൽസ് പോലുള്ള സംവിധാനങ്ങളെല്ലാം ടൂറിസം ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ബോത്ത് ഇൻ്റർനാഷണൽ ആസ് വെൽ ആസ് നാഷണൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്തു എന്നുള്ളതാണ്. ഭാരത് ഗൗരവ് സ്കീം എന്ന് പറഞ്ഞാൽ 2021 ലോഞ്ച് ചെയ്തൊരു പദ്ധതിയാണ്. എന്താ ഭാരത് ഗൗരവ്? അതായത് സാധാരണ ഇതിൽ നമുക്കറിയാം റെയിൽവേ പാസഞ്ചർ സെഗ്മെൻറ്റ്സും ഗുഡ്സ് സെഗ്മെൻറ്റ്സും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ടൂറിസം സെഗ്മെൻറ്റ് അങ്ങനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് അധികം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. പണ്ട് ടൂറിസമാണ്, നിങ്ങളിവിടുന്ന് ട്രെയിൻ പിടിക്കുന്നു, ഇന്ന സ്ഥലത്ത് പോകുന്നു. ഇപ്പോൾ നിങ്ങളിവിടുന്ന് ട്രെയിൻ പിടിച്ചിട്ട് ലെറ്റ്സ് സേ ഡൽഹിക്ക് പോകുന്നു, ഡൽഹി പോയിട്ട് അവിടെ സ്ഥലങ്ങളൊക്കെ കാണുന്നു, വിനോദസഞ്ചാരത്തിനായി നിങ്ങൾ പോയി ഡൽഹിക്ക് പോയി. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചൊരു യാത്രാ മാധ്യമത്തിനകത്ത് ട്രെയിൻ വന്നു എന്നുള്ളതല്ലാണ്ട് റെയിൽവേസിൻ്റെ ടൂർ പാക്കേജായിട്ട് നിങ്ങൾ അങ്ങനെ പോയിട്ടില്ല, ട്രെയിൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതാണ് ഭാരത് ഗൗരവ് സ്കീമിൻ്റെ ഒരു വ്യത്യാസം. അതാണ് ഇതൊരു റെഗുലർ ട്രെയിൻ സർവീസുകളല്ല. പകരം
ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്ന റെഗുലർ ടൈം ടേബിളിൽ ഓടാത്ത ഷെഡ്യൂൾ ചെയ്ത് ഓടാൻ സാധിക്കുന്ന തരത്തിലുള്ള ട്രെയിനുകളാണ് ഭാരത് ഗൗരവ് സ്കീമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാമായണ എക്സ്പ്രസ്, അതുപോലെ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ റോവർ എന്ന് പറയുന്ന ഒരു എക്സ്പ്രസ് ഒക്കെ ഉണ്ട്, ബുദ്ധ മത തീർത്ഥാടനങ്ങളൊക്കെ ആയിട്ട് സ്ഥലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു വലിയ ഗ്രൂപ്പിനൊരു ട്രെയിൻ ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത് പോകാനൊക്കെ പറ്റുന്ന ഒരു സംവിധാനം. ഇറ്റ് വാസ് അനൗൺസ്ഡ് അണ്ടർ ദി തീം ബേസ്ഡ് ടൂറിസ്റ്റ് സർക്യൂട്ട് ട്രെയിൻസ്. കണ്ടോ, തീം ബേസ്ഡ് ടൂറിസ്റ്റ് സർക്യൂട്ട് ട്രെയിൻസിൻ്റെ ഭാഗമായിട്ട് അതാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഭാരത് ഗൗരവ് സ്കീം അനൗൺസ് ചെയ്തിരിക്കുന്നത്. തീം ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ബുദ്ധമതം അതൊരു തീമാണ്, രാമായണം ഒരു തീമാണ്, അല്ലെങ്കിൽ മക്ക മദീന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന എന്തെങ്കിലും ഒരു ആശയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ആശയവുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥലങ്ങളെയൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര, അതാണ് തീം ബേസ്ഡ് ടൂറിസ്റ്റ് സർക്യൂട്ട് ട്രെയിനുകളെന്ന് പറയുന്നത്. നമ്മുടെ ഈ രാമായണ എക്സ്പ്രസ് അതിൽ ഉദാഹരണമാണ്. കണ്ടോ, The Ramayana Express is a special tourist train operated by IRCTC that takes passengers on a 17-night, 18-day pilgrimage tour to 14 cities and 39 worship sites associated with the Lord Rama. രാമനുമായി ബന്ധപ്പെട്ട് വരുന്ന 14 സിറ്റികൾ, 39 വർഷിപ്പ് സൈറ്റുകൾ, തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 17 രാത്രിയും 18 ദിവസവും അടങ്ങുന്ന ഒരു ട്രെയിൻ സഞ്ചാരമാണ് ഈ രാമായണ എക്സ്പ്രസ്. അതിനകത്ത് ട്രെയിൻ മാത്രമായിരിക്കില്ല, ബസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവർ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ട്രെയിൻ ഇന്ന സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തുന്നു, അവിടെ നിന്ന് പിന്നെ ബസ്സിൽ കയറിയിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ട്രെയിനിൽ കയറുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, ബസ്സിൽ കയറി അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ ഈ ഒരു സാധാരണ ഒരാൾ അല്ലാണ്ട് നോക്കി നിന്ന് ചെയ്യേണ്ട ഒരു പരിപാടിന് ഇന്ത്യൻ റെയിൽവേ തന്നെ ഒരു ടൂർ പാക്കേജ് ആയിട്ട് അങ്ങ് ഒരു തീം ബേസ്ഡ് സർക്യൂട്ടായിട്ട് അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. These trains will be run both by private players as well as IRCTC in theme based circuits. അത് പ്രൈവറ്റ് പ്ലേയേഴ്സിനും ഓടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് IRCTCക്ക് നേരിട്ട് നടത്താം. By theme based tourism, the railway means trains like Guru Kripa that will go to all places related to Guru Nanak. Guru Kripa എന്ന് പറയുന്ന ഒരു ട്രെയിൻ സർവീസ് പറയുന്നു, ഗുരു നാനക്കുമായി ബന്ധപ്പെട്ട സ്ഥലം, അതുപോലെ രാമായൺ തീം എക്സെട്ര ഒക്കെയാണ് നമ്മൾ തീം ബേസ്ഡ് സർക്യൂട്ട് എന്നുള്ളതാണ് ഉദ്ദേശം എന്നുള്ളതാണ് പറയുന്നത്. റൈറ്റ്. അപ്പോൾ ഇനി 2024 ഒരു വിഷൻ, ഇന്ത്യൻ റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു വിഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ റെയിൽ പ്ലാൻ വിഷൻ 2024 എന്നാണ് അതിന് വിളിക്കുക. എന്താണ് ആ സംഭവം എന്ന് അറിഞ്ഞിരിക്കുക. So the Indian Railway launched the National Rail Plan Vision 2024 to accelerate implementation of critical projects such as multi-track congested route, ഒന്നിലധികം ട്രാക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂട്ടുകൾ, ഒന്നിലധികം ട്രാക്കിലുള്ള സഞ്ചാരം ഉറപ്പാക്കുക, അച്ചീവ് 100% ഇലക്ട്രിഫിക്കേഷൻ, 100%. ഇപ്പോൾ നമുക്കറിയാം 97% ബ്രോഡ് ഗേജുകൾ ഇലക്ട്രിഫൈഡ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതലുള്ളതും ബ്രോഡ് ഗേജുകൾ തന്നെയാണ്, പക്ഷേ അത് തന്നെയും 100% ആയിട്ടില്ല. അപ്പം ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ് എല്ലാം 100% ഇലക്ട്രിഫൈഡ് ആക്കി മാറ്റുക. Upgrade the speed to 160 km/h on Delhi, Howrah and Delhi, Mumbai routes. Delhi, Howrah, Delhi, Mumbai റൂട്ടുകളിൽ ട്രെയിനിൻ്റെ സ്പീഡ് 160 km/h എന്ന വേഗതയിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ അപ്ഗ്രേഡ് ദ സ്പീഡ് ടു 130 km/h ഓൺ ഓൾ അതർ ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ, ഗോൾഡൻ ഡയഗണൽ, അതായത് മറ്റ് ഗോൾഡൻ ക്വാഡ്രിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരെ നമുക്കറിയാം ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ എന്നീ പറയുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഗോൾഡൻ ക്വാഡ്രിലേറ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണത്. ആ റൂട്ടുകളിലുള്ള മറ്റ് സ്ഥലങ്ങളെയൊക്കെ കണക്ട് ചെയ്യുന്നതിന് 130 km/h വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ട്രെയിൻ സർവീസുകൾ എത്തിക്കാനായിട്ട് സാധിക്കുക. ഇത് നമ്മുടെ നാഷണൽ പ്ലാനാണ് വിഷൻ 2024. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ പേരിൽ തന്നെയുണ്ട്. ഇറ്റ് ഈസ് എ ഹൈ സ്പീഡ് ആൻഡ് ഹൈ കപ്പാസിറ്റി റെയിൽവേ കോറിഡോർ that is exclusively meant for the transportation of freight, അതായത് ഗുഡ്സും കമ്മോഡിറ്റീസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു റെയിൽവേ കോറിഡോറാണ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസ് എന്ന് പറയുക. That involves seamless integration of better infrastructure and state-of-the-art technology, and it consists of 2 arms. ഇത് 2 ഭാഗങ്ങളായിട്ട് പറയാം. ഒന്ന് ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഉണ്ട്, ഒന്ന് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഉണ്ട്. കേട്ടെ, ഇതൊക്കെയുണ്ട്. 2 ആംസ് ഉണ്ട്. ഒന്ന് ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറും ഉണ്ട്, 2 വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറും ഉണ്ട്. അതിൽ ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട് അറ്റ് സാനേവാൽ, ലുധിയാനയ്ക്ക് അടുത്തുള്ള സാനേവാൽ ഇൻ പഞ്ചാബ്, ആൻഡ് എൻഡ്സ് അറ്റ് ദാങ്കുനി ഇൻ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ ദാങ്കുനിയിൽ എൻഡ് ചെയ്യുന്ന ഒരു ഫ്രൈറ്റ് കോറിഡോറാണ് ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ എന്ന് പറയുക. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ദ EDFC, ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ, ഹാസ് കോൾ മൈൻസ്, തെർമൽ പവർ പ്ലാന്റ്സ്, ഇൻഡസ്ട്രിയൽ സിറ്റീസ്, ആൻഡ് ഓൾസോ ഫീഡർ റൂട്ട്സ് ആർ ഓൾസോ മെയ്ഡ് ഫോർ ദിസ്. ഫീഡർ റൂട്ടുകൾ എന്ന് പറയുമ്പോൾ മറ്റ് ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് ഇതിനകത്ത് മെയിൻ റൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ഫീഡർ റൂട്ടുകളും ഇതിൻ്റെ കൂട്ടത്തിൽ ഭാഗമാണ്. ദ റൂട്ട് കവേഴ്സ് പഞ്ചാബ്, EDFC ആണ്. EDFC ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കവേഴ്സ് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ.
The World Bank is funding the majority of EDFC. കണ്ടോ, ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിൻ്റെ മെജോറിറ്റിയും ഫണ്ട് ചെയ്യുന്ന ആരുടെ? വേൾഡ് ബാങ്കാണ്. ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിൻ്റെ മെജോറിറ്റിയും ഫണ്ട് ചെയ്യുന്നത് വേൾഡ് ബാങ്കാണ്. The 351 kilometer long new Bhavpur New Ghurja section will decongest the existing Kanpur Delhi main line and double the speed of freight trains from 25 to 75 kilometers per hour. അതായത് ഓൾറെഡി നമ്മളിപ്പോൾ നിലവിലുള്ള ഡൽഹി കാൺപൂറിലെ ഒരു ഫ്രൈറ്റ് ട്രാഫിക് എന്ന് പറയുന്നത് താരതമ്യം, ഫ്രൈറ്റ് മാത്രമല്ല അവിടെ പാസഞ്ചർ ട്രാൻസ്പോർട്ടും ഉണ്ട്, അപ്പോൾ അത് താരതമ്യേന കൂടുതൽ. അപ്പോൾ അവിടെ ഒരു കൺജഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, സാധനം എത്തുന്നതിന് ഡിലേ സംഭവിക്കുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയൊരു 350 കിലോമീറ്റർ ലോങ് ലൈൻ സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂ ഭാവ്പൂർ ആൻഡ് ന്യൂ ഘുർജ ലൈൻ. ന്യൂ ഭാവ്പൂർ ന്യൂ ഘുർജ ലൈൻ എന്ന് പറയുന്നത് ഈ കാൺപൂർ ഡൽഹിയുടെ കൺജഷന് ഡീകൺജഷൻ പ്ലാൻ ചെയ്തുകൊണ്ട് സ്ഥാപിച്ച 385 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള റെയിൽ ഫ്രൈറ്റ് ഗതാഗത റൂട്ടാണെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. EDFCയുടെ ഭാഗമായിട്ട് 25 കിലോമീറ്റർ പെർ അവറിൽ പോകുന്നതിന് പകരം 75 കിലോമീറ്റർ അവറിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന സ്പീഡും വർദ്ധിപ്പിക്കാനായിട്ട് ഇവിടെ വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് മറ്റൊരു സവിശേഷത. ഇനി രണ്ടാമത്തെ ആം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ആയിരുന്നു. ദി അതർ ആം ദറ്റ് ഈസ് അറൌണ്ട് 1500 കിലോമീറ്റേഴ്സ് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഫ്രം ദാദ്രി ഇൻ ഉത്തർപ്രദേശ് ടു ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് ഇൻ മുംബൈ, ടച്ചിങ് ഓൾ മേജർ പോർട്ട്സ് അലോങ് ദ വേ. പ്രധാനപ്പെട്ട പോർട്ടുകളെയൊക്കെ ടച്ച് ചെയ്ത് ഉത്തർപ്രദേശിൽ നിന്ന് ദാദ്രയിൽ നിന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റു പോർട്ട് മുംബൈ വരെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. It covers Haryana, Rajasthan, Gujarat, Maharashtra and Uttar Pradesh, and it is being funded by the Japan International. അവിടെ ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതാണ് വേൾഡ് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടാണുള്ളത്. ഇവിടെ നോക്കിയേ, വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ കാര്യത്തിൽ ദ ഫണ്ടിങ് ഈസ് ബീങ് സപ്പോർട്ടഡ് ബൈ ജപ്പാൻ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസി. ഇതാണ് ജപ്പാൻ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസിയാണ് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, പൊതുവെ നിങ്ങൾ വേൾഡ് ബാങ്ക് സപ്പോർട്ട് ചെയ്യും, ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും യെസ് കൊടുക്കില്ല. അപ്പോൾ അത് ഏതിനായാലും നമ്മൾ വേൾഡ് ബാങ്കിൻ്റെ സപ്പോർട്ട് കാണുമ്പോൾ നമ്മൾ യെസ് കൊടുക്കും, അത് ജനറലി ശരിയാകും. പക്ഷേ ഇവിടെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം, ഇവിടെ ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിന് വേൾഡ് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടും വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിൻ്റെ കാര്യത്തിൽ അത് ജപ്പാൻ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസിയുടെ സപ്പോർട്ടുമാണ്. ജപ്പാൻ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസിയുടെ സപ്പോർട്ടുമാണ് ഫിനാൻഷ്യലി കിട്ടുന്നത് വെസ്റ്റേണിൻ്റെ കാര്യത്തിൽ. ഒന്ന് ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അത് സിമ്പിളായിട്ട് തെറ്റിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ് കേട്ടോ. അതുകൊണ്ട് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കണക്റ്റിംഗ് ലിങ്ക് ഫോർ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ആം ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ ബിറ്റ്വീൻ ദാദ്രി ആൻഡ് ഘുർജ. ദാദ്രിക്കും ഘുർജയ്ക്കും ഇടയിൽ ഉത്തർപ്രദേശിൽ ഈ രണ്ടിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് നിലവിൽ കൺസ്ട്രക്ഷനിലാണ്. എന്ന് കഴിഞ്ഞാൽ ആ രണ്ട് ലിങ്കുകളും പരസ്പരം കണക്റ്റഡ് ആവും. The industrial corridor of Delhi, Mumbai, Amritsar, Kolkata are also being developed around both these DFCs. അത് പ്ലാനിങ്ങിലാണ്, നടന്നിട്ടില്ല, അത് പ്ലാൻ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ഈസ്റ്റേൺ വെസ്റ്റ് ഒക്കെ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ വരിക. സി യു ക്യാൻ സി ദ ഈസ്റ്റ് ടു, അതാണ് നമ്മുടെ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ ഉത്തർപ്രദേശ് തുടങ്ങി മുംബൈ വരെ, ജവഹർലാൽ നെഹ്റു പോർട്ട് വരെ വരുന്നത്. ഇത് നമ്മുടെ ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ നിങ്ങൾക്ക് കാണാം. പഞ്ചാബ് ലുധിയാനയ്ക്ക് അടുത്തല്ലേ, അവിടെ നിന്ന് തുടങ്ങി ഇങ്ങ് വെസ്റ്റ് ബംഗാൾ വരെ, ദാങ്കുനി വരെ, വെസ്റ്റ് ബംഗാളിലെ ദാങ്കുനി വരെ വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു ഫ്രൈറ്റ് കോറിഡോർ, ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കാണാം. ഇത് രണ്ടും ഓൾറെഡി സാങ്ഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രൊജക്റ്റുകളാണ്. അതുകൊണ്ടാണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇതിനകത്ത് ബാക്കി ഈ ബ്ലൂ, ഗ്രീൻ, വയലറ്റ് പോലുള്ള കളറുകളിൽ കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെയും ഫ്യൂച്ചർ പ്രൊജക്ട്സ് ആണ്. ഓക്കെ, ഫ്യൂച്ചർ അതിൽ തന്നെ ഈ കണ്ടിന്യൂസ് ലൈനിൽ കൊടുത്തിരിക്കുന്ന ഫ്യൂച്ചർ പ്രൊജക്ട്സിനൊക്കെ DPR പ്രിപ്പയർ ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഡോട്ടഡ് ലൈനിൽ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളുടെയൊക്കെ കാര്യത്തിൽ DPR എന്നുള്ളൊരു അപ്രൂവൽ കിട്ടിയിട്ടില്ല. പക്ഷേ അതിന് കുറച്ചുകൂടി അപ്പോൾ താമസിച്ചായിരിക്കും ഈ പ്രൊജക്ട്സ് പ്രാവർത്തികമാകുക എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സെറ്റാണല്ലോ. ഇത് രണ്ട് ഓൾറെഡി വന്ന ഫ്രൈറ്റ് കോറിഡോർസ് ആണ്. ബാക്കി ഇതിനിടയിൽ പലയിടങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈസ്റ്റ് വെസ്റ്റ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഉണ്ട്. അതുപോലെ സൗത്ത്, നോർത്ത് സൗത്ത് ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ എന്ന് പറഞ്ഞിട്ട് വിജയവാഡ മുതൽ അങ്ങ് ഡൽഹി വരെ കണക്ട് ചെയ്യുന്നൊരു കോറിഡോർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുംബൈ മുതൽ കൊൽക്കത്ത വരെ, ദാങ്കുനി വരെ കണക്ട് ചെയ്യുന്ന ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ, ഇതൊക്കെ പ്ലാനിലാണ്, അണ്ടർ കൺസ്ട്രക്ഷനാണ്. ഫ്യൂച്ചർ പ്രൊജക്ട്സ് ആണ്. കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് റെഡിയാക്കാവുന്ന പ്രൊജക്ട്സ് ആണ് ഇവന്മാരെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ പറ്റും. സെറ്റാണല്ലോ? സെറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതിൻ്റെ ഒരു റൂട്ടിങ്ങും കൂടെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, സെറ്റ്. വാട്ട് ഇസ് ദിസ്? ഒരു വളരെ വിസ്മയകരമായിട്ടുള്ളൊരു ചിത്രം. എന്ത് വലുപ്പത്തിൽ നിർമ്മിച്ച, ഈ ട്രെയിൻ ഓടുമ്പോഴേ നമുക്കിതിൻ്റെ വലുപ്പം മനസ്സിലാവും, ഈ ഓരോ സ്ട്രക്ചറിൻ്റെയും. ഇത് ചെനാബ് റെയിൽ ബ്രിഡ്ജാണ്.
2021 ഏപ്രിൽ ഇന്ത്യൻ റെയിൽവേ കംപ്ലീറ്റ് ചെയ്ത ചെനാബ് റെയിൽ ബ്രിഡ്ജ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽ ബ്രിഡ്ജ് എന്ന ഖ്യാതി നേടിയ ചെനാബ് റെയിൽ ബ്രിഡ്ജ് ഏത് നദിക്ക് കുറുകയാണെന്ന് ചോദിച്ചാൽ പേരിൽ തന്നെയുണ്ട്, ചെനാബ് നദിക്ക് കുറുകയാണ്. സിന്ധുവിൻ്റെ പോഷക നദിയായ ചെനാബ് നദിക്ക് കുറുകെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ പാലമാണ് ചെനാബ് റെയിൽ ബ്രിഡ്ജ്. ഇത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള ഒരു റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഉധംപൂർ ബാരാമുള്ള ശ്രീനഗർ റെയിൽ ലിങ്ക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള റൂട്ടിലാണ് ഈ ഒരു ചെനാബ് റെയിൽ ബ്രിഡ്ജ് സ്ഥിരീകരിപ്പിച്ചിരിക്കുന്നതെന്നുള്ളത്. 1315 മീറ്റർ നീളവും 353 മീറ്റർ റിവർ ബെഡിന് മുകളിൽ ഉയരത്തിലും ഇതിന് 35 മീറ്റർ ഐഫിൽ ടവറിനേക്കാൾ ഉയരത്തിലും എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ ഒരു ചെനാബ് റെയിൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകതകൾ പറയാൻ പറ്റില്ല കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഫസ്റ്റ് ടൈം ഓൺ ഇന്ത്യൻ റെയിൽവേസ് ഒരു ഫേസ്ഡ് അറേ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെഷീൻ വെൽഡിംഗ് കണ്ടുപിടിക്കുന്നതിന്, വെൽഡിങ്ങിലെ എററും മറ്റും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, വെൽഡിംഗ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ആദ്യമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ അതിൻ്റെ ലബോറട്ടറികൾ ഓൺ സൈറ്റ് കൊണ്ടുവന്നത് വെൽഡിംഗ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി സൈറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറികൾ സൈറ്റിൽ കൊണ്ടുവന്ന് വെൽഡിംഗ് ടെസ്റ്റുകൾ നടത്തുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ പ്രൊജക്റ്റുമായിരുന്നു ഈ ഒരു ചെനാബ് റെയിൽ ബ്രിഡ്ജ് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഓർത്തേന്ന് സ്പെഷ്യാലിറ്റീസാണ് ഇതുമായി ബന്ധപ്പെട്ട്. ആൻഡ് വാട്ട് ഈസ് ദിസ് ബ്രിഡ്ജ്? ബ്യൂട്ടിഫുള്ളായിട്ട് ഭംഗിയുള്ളൊരു മറ്റൊരു പാലം നമുക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് കേബിൾ സ്റ്റേഡ്. നടുക്കൊരു പൈലൺ ഉണ്ട്. അത് ഈ ഇരുഭാഗത്തേക്കും കുറേ കേബിളുകൾ ഇങ്ങനെ പോയി ഡെക്കിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ശരിയല്ലേ? ഡെക്കാണ് ഈ നടന്നു ഈ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഡെക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെക്കിനെ മുഴുവൻ ഇങ്ങനെ കെട്ടിയിട്ടേക്കും. ഈ നടുവിലുള്ള ഈ പൈലനിൽ കയറ് കെട്ടി ആ കയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കും അതിനകത്ത്. മനസ്സിലായിട്ടില്ലേ? വളരെ ഭംഗിയുള്ളൊരു ബ്രിഡ്ജാണ്. ഇതിനെ വിളിക്കുന്ന പേര് ആൻജി ഘഡ് ബ്രിഡ്ജ് എന്നാണ്. അഞ്ചി നദിക്ക് കുറുകെയാണ് ഈ ഒരു ബ്രിഡ്ജ് പണിയുമ്പോൾ ചെനാബിൻ്റെ തന്നെ ഒരു പോർഷൻ വരുന്നത് അഞ്ചി നദി എന്ന് പറഞ്ഞാൽ അതിന് കുറുകെയുള്ളൊരു ബ്രിഡ്ജാണ്. വളരെ ഉയരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വളരെ എന്താ പറയുക ബ്യൂട്ടിഫുള്ളായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലം കൂടിയാണ് അഞ്ചി ഘഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഞ്ചി ഘഡ് ബ്രിഡ്ജാണ് ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ്. ജമ്മു കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണ്. ജമ്മു കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇതും സംശയമൊന്നും വേണ്ട, നമ്മുടെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിൻ്റെ ചെനാബ് റെയിൽ പാലത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതേ റെയിൽ ലിങ്ക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അഞ്ചി ഘഡ് ബ്രിഡ്ജും സ്ഥിതി ചെയ്യുന്നത്. ദ ബ്രിഡ്ജ് സ്പാൻസ് മറ്റേനേക്കാളും നീളം കുറവാണ്, 725.5 മീറ്റർ വിത്ത് 331 മീറ്റേഴ്സ് ഹൈ പൈലൺ. ഇതാണ് നമ്മുടെ ഈ പൈലൺ എന്ന് പറയുന്നത്. ഈ നടുക്കുള്ള ഈ പോസ്റ്റിന് വിളിക്കുന്ന പേരാണ് പൈലൺ. 333 മീറ്റർ ഉയരമുള്ള പൈലൻ ബിൽറ്റ് ടു വിത്ത്സ്റ്റാൻഡ് വിൻഡ് അപ് ടു 13 km/h ആൻഡ് സപ്പോർട്ട് ട്രെയിൻ ട്രാവലിംഗ് അറ്റ് 100 km/h. 100 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിനെയും 213 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന കാറ്റിനെയും പോലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ തക്കവണ്ണം കേപ്പബിളായ രീതിയിലാണ് 725 മീറ്റർ നീളമുള്ള 331 മീറ്റർ ഉയരമുള്ള ഈ ഒരു ആഞ്ചി ഘഡ് പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് യൂട്ടിലൈസസ് 96 cables of varying lengths 82 to 295 മീറ്റേഴ്സ്. ഏറ്റവും അടുത്തുള്ള കേബിൾ 82 മീറ്റർ ആയിരിക്കും. ഏറ്റവും അകലത്തിലുള്ള കേബിൾ 295 മീറ്റർ നീളം വരും. ആൻഡ് എൻ ഇന്നോവേറ്റീവ് ഹൈബ്രിഡ് ഫൗണ്ടേഷൻ ടു സ്റ്റെബിലൈസ് ദി മൗണ്ടൻ സ്ലോപ്പ്. ഒരു ഹൈബ്രിഡ് ഫൗണ്ടേഷൻ മൗണ്ടൻ സ്ലോപ്പുകളെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. 96 കേബിളുകളും യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഇറ്റ് യൂസ്ഡ് ദ ഡോക്ക ജമ്പ് ഫോം ഷട്ടറിങ്. ഡോക്ക ജമ്പ് ഫോം ഷട്ടറിങ് എന്ന രീതിയിലുള്ള ഒരു ഷട്ടറിങ് മാതൃക അല്ലെങ്കിൽ ഒരു രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ഒരു വലിയ ഉയരത്തിലുള്ള വെർട്ടിക്കൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിൽ തന്നെ സെൽഫ് മൂവിങ് ആയിട്ടുള്ള അവിടെ നിന്ന് കോൺക്രീറ്റ് ചെയ്യുന്നു, മൂവ് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നു, വീണ്ടും കോൺക്രീറ്റ് ചെയ്യുന്നു, സെറ്റായതിനു ശേഷം വീണ്ടും മൂവ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് മുകളിലോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഷട്ടറിങ് സംവിധാനമാണ്. ഷട്ടറിങ് എന്ന് പറഞ്ഞാൽ അത് ഈ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പലകയൊക്കെ വെച്ച് അടുക്കിയിട്ട് കമ്പിയൊക്കെ കെട്ടിയിട്ട് അതിന് ചുറ്റും പലകയൊക്കെ വെച്ച് അടുക്കി ഒരു ബോക്സ് പോലെയൊക്കെ ആക്കിയിട്ട് അതിനകത്തേക്ക് കോൺക്രീറ്റ് ഒഴിക്കുക. അപ്പോൾ ആ ബോക്സിനെ വിളിക്കുന്ന പേര്, പലക വെച്ചടുക്കി ഉണ്ടാക്കുന്ന ബോക്സിനെ വിളിക്കുന്ന പേരാണ് ഷട്ടറിങ്. അപ്പോൾ ഏതൊരു കോൺക്രീറ്റ് സ്ട്രക്ചർ നിർമ്മിക്കുമ്പോൾ നമുക്ക് ഈ ഷട്ടറിങ്ങിൻ്റെ ഒരു ആവശ്യകതയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഷട്ടറിങ് ചെയ്യുന്നതിൻ്റെ ഒരു ടെക്നിക്കിൻ്റെ പേരാണ് ഡോക്ക ജമ്പ് ഫോം ഷട്ടറിങ് എന്ന് പറയാം. ഡോക്ക ജമ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സിന് വളരെയധികം ഉയരം കൂടുതലുള്ള വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സൊക്കെ
കോൺക്രീറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികതയാണ്. ആദ്യം ബോട്ടത്തിൽ ഈ ഷട്ടറിങ് വെക്കും, കോൺക്രീറ്റ് ചെയ്യും. അത് ഉണങ്ങുമ്പോൾ അത് നേരെ അതിനെ തന്നെ ലിഫ്റ്റ് ചെയ്ത് മുകളിലോട്ടാക്കും, അത് കോൺക്രീറ്റ് ചെയ്യുന്നു. അതിനെ തന്നെ ലിഫ്റ്റ് ചെയ്ത് മുകളിലോട്ടാക്കുന്നു, അത് കോൺക്രീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സെൽഫ് മൂവ് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് പോയി ഓരോ സ്ട്രക്ചർ ഉണങ്ങുന്നതനുസരിച്ച് കോൺക്രീറ്റ് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ നിർമ്മിച്ച് പോകുന്ന പരിപാടിയാണ്. അതിനെ ഇളക്കുന്ന പരിപാടിയിൽ ഇത് തന്നെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകും. ഷട്ടറിങ് മുകളിലേക്ക് കയറി ക്ലൈംബ് ചെയ്ത് പോയി ഉണ്ടാകുന്നൊരു ഇത് താരതമ്യേന വളരെ എഫിഷ്യൻ്റാണ്. വളരെ പെട്ടെന്ന് കോൺക്രീറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഏകദേശം 30% കൺസ്ട്രക്ഷൻ ടൈമൊക്കെ കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നു. വലിയ പ്രൊജക്റ്റുകളിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. The Doka jump form shuttering technique is used for constructing vertical concrete structures like high-rise buildings, bridge, tower, etc. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. റെയിൽവേ സോൺസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ വന്നിട്ടുണ്ട്. റെയിൽവേ സോൺസ് ഇന്ത്യയിൽ മൊത്തത്തിൽ 19 റെയിൽവേ സോണുകൾ പറയാം, 68 ഡിവിഷൻസ്. 2024-26 വരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിൽ മാറ്റമൊന്നും വരുന്നിട്ടില്ല. 2010 നമ്മുടെ മെട്രോ സോൺ, കൊൽക്കത്ത മെട്രോ സോണും കൂടെ ചേർത്തിട്ടാണ് 19, അല്ലാത്ത പക്ഷം 18 വരിക. കൊൽക്കത്ത മെട്രോ സോണും കൂടെ ചേർത്തിട്ട് 19 സോൺസ് വരും, അല്ല എങ്കിൽ 18 വരുള്ളൂ. The latest addition of the railway zone is the South Coast Railway Zone. South Coast Railway Zone ഇത് ചോദിക്കാൻ തന്നെ ഏറ്റവും അവസാനമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട റെയിൽവേ സോണാണ് South Coast Railway Zone, which is based in Visakhapatnam and was announced in 2019. 2019 ഏറ്റവും അവസാനത്തെ റെയിൽവേ സോൺ അഡിഷൻ ഇന്ത്യൻ റെയിൽവേ സോണുകളിൽ നടന്നിട്ടുള്ളത്. അത് വിശാഖപട്ടണത്തുള്ള സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണാണ്. ഇറ്റ് ബിക്കെയിം 18th റെയിൽവേ സോൺ ഓഫ് ഇന്ത്യൻ റെയിൽവേ അല്ലേ? അങ്ങനെയാണെങ്കിൽ ചോദ്യം വരും, ഇന്ത്യൻ റെയിൽവേയുടെ 18ാമത്തെ റെയിൽവേ സോൺ ഏതെന്ന് ചോദിച്ചാൽ ഈ ഏറ്റവും അവസാനത്തോടെ എഴുതാൻ സാർ. അപ്പോൾ 19 വെച്ച് ഞാൻ പറഞ്ഞു ഈ 18 + 1 ഇതേതാണ്? ഇത് കൊൽക്കത്ത മെട്രോ അല്ലേ? ഇത് കൊൽക്കത്ത മെട്രോ സോണിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒന്നിനെ വിട്ടോണം, അല്ലാതെ മെയിൻ 18ാമത്തെ റെയിൽവേ സോണായിട്ടാണ് ആര് വരുന്നത്? സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ നിലവിൽ വരുന്നതെന്ന് പഠിച്ചിരിക്കുക. ഇറ്റ് ഈസ് കാർവ്ഡ് ഔട്ട് ഓഫ് ദി ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ആൻഡ് സൗത്ത് സെൻട്രൽ റെയിൽവേ. ഇതും ചോദ്യമാണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ 2 റെയിൽവേ സോണിൽ നിന്നും ചീന്തി എടുത്തിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്നും അതുപോലെ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നും വേർതിരിച്ചെടുത്തിരിക്കുന്നതാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ എന്ന് പറയുന്ന ഒരു പുതിയ സോൺ. മനസ്സിലാക്കിയിരിക്കുക. സെറ്റാണോ? അടുത്ത ചോദ്യം, അടുത്ത ആ ഒരു റെയിൽവേ സോണുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് സ്ഥിരം ചോദ്യമാണ്. നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ഡൽഹിയാണ്. നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എന്നാൽ അലഹബാദ്, ഇന്നത്തെ പേര് പ്രയാഗ്രാജ് എന്നാണ്. അത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ, ഇത് PHQ ആയിട്ട് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് നടത്തിയ സമയത്ത് കണ്ടതാണ്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം വേറെ ഏതോ പേര് തന്നിട്ടുണ്ട്, ഗുവാഹത്തിയോ അങ്ങനെ എന്തോ തന്നിട്ടുണ്ടായിരുന്നു. അത് ഗോരഖ്പൂറാണ്. ഇതാണ് ഗോരഖ്പൂറാണ്. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം എന്നാൽ മാലിഗാവോൺ ആണ്, ഗുവാഹത്തിയിൽ. അതുപോലെ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ എന്ന് പറയുന്നത് ജയ്പൂർ, ഈസ്റ്റേൺ റെയിൽവേ എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ഈസ്റ്റേൺ റെയിൽവേ നേരെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ പോലെ കൊൽക്കത്തയാണ്. അതൊക്കെ നിങ്ങൾക്ക്. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ എന്ന് പറയുമ്പോൾ ഹാജിപൂറാണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ എന്ന് പറയുമ്പോൾ ഭുവനേശ്വറാണ്. സൗത്ത് റെയിൽവേ ചെന്നൈ സെൻട്രലാണ്. സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദരാബാദ്. അതൊക്കെ PYQ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദരാബാദ്. സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണം. നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ 18ാമത് റെയിൽവേ സോൺ എന്ന രീതിയിൽ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് 18ാമത് റെയിൽവേ സോൺ, സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണം. അതുപോലെ സൗത്ത് ഈസ്റ്റ് റെയിൽവേ ഈസ്റ്റ് റെയിൽവേയും സൗത്ത് ഈസ്റ്റ് റെയിൽവേയും വരുന്നത് കൊൽക്കത്തയിലാണ്. സൗത്ത് ഈസ്റ്റ് റെയിൽവേ ഗാർഡൻ റീച്ച്, കൊൽക്കത്ത തന്നെ ഗാർഡൻ റീച്ച്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ബിലാസ്പൂർ. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹുബ്ബള്ളിയാണ്. വെസ്റ്റേൺ റെയിൽവേ വരുന്നത് മുംബൈ. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ വരുന്നത് ജബൽപൂർ. സെൻട്രൽ റെയിൽവേ വരുന്നത് മുംബൈ. കൊങ്കൺ റെയിൽവേ നാവി മുംബൈ ആണ്. മെട്രോ റെയിൽ കൊൽക്കത്ത. 19ാമത് മെട്രോ റെയിൽ കൊൽക്കത്തയിലാണ്, എല്ലാവർക്കും അറിയാം. ശരിയല്ലേ? ഇനി ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു റെയിൽ. പണ്ടൊക്കെ നമ്മൾ ഈ ട്രെയിൻ ആക്സിഡൻറ്റ്സ് വളരെ കൂടുതൽ കേട്ടിട്ടുണ്ട്. ഇന്ന് താരതമ്യേന വളരെ കുറവാണ്. കാരണം നമുക്കിന്നൊരു സംവിധാനമുണ്ട്, പേര് കവച്. PSCയുടെ ഒരു PYQ ഏരിയ തന്നെയാണ് കവച് എന്ന് പറയുന്നത്. എന്താ കവച്? കവച് എന്ന് പറയുന്നത് ട്രെയിൻ പ്രൊട്ടക്ഷൻ ആൻറ്റി കൊളിഷൻ സംവിധാനമാണ്. ട്രെയിനുകൾ പരസ്പരം കൂട്ടിമുട്ടി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്തൊരു സംവിധാനമാണ് കവച്. ഇറ്റ് ഈസ് ആൻ ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഡിസൈൻഡ് ബൈ ഇന്ത്യൻ റെയിൽവേ ടു എൻഹാൻസ് സേഫ്റ്റി ഓൺ ദ റെയിൽ നെറ്റ്വർക്ക്. ദ ട്രാജിക് ട്രെയിൻ കൊളിഷൻ അറ്റ് വിജയനഗരം district, Andhra Pradesh, resulting in 14 fatalities and 50 injuries, highlighted the critical importance of implementing a traffic collision avoidance system. ഒരു TCAS, ട്രാഫിക് കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി.
developed over a decade starting from 2012 by the Indian Railways Research Design and Standards Organization. Kavach system finally രംഗത്ത് വരികയാണ്. It is designed to alert the locomotive pilot if they fail to notice a red signal and continue at a speed that would surpass the signal. ഒരു റെഡ് സിഗ്നൽ കാണുമ്പോൾ ട്രെയിൻ നിർത്തണമല്ലോ. ആ സിഗ്നൽ കാണുമ്പോൾ നിർത്തുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സിഗ്നൽ കാണാൻ ഫെയിലായി എന്നീ സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രെയിൻ സ്ലോ ഡൗൺ ചെയ്ത് 15 കിലോമീറ്ററിൽ താഴെ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. ഇഫ് ദ പൈലറ്റ് ഡസ് നോട്ട് സ്ലോ ഡൗൺ ബിലോ 15 km/h, the Kavach automatically applies the brakes, bringing the train to a halt. ട്രെയിന് നിർത്തുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുവരും. ഒന്നുകിൽ ചിലപ്പോൾ പൈലറ്റ് ഉറങ്ങിപ്പോയേക്കാം, അല്ലെങ്കിൽ പൈലറ്റ് ചിലപ്പോൾ അബോധാവസ്ഥയിലായി പോയേക്കാം, ലോക്കോ പൈലറ്റ് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ട്. ഒരാളല്ല, രണ്ടുപേരുണ്ടാവും, എന്നാലും പറഞ്ഞു എന്നുള്ളതാണ്. രണ്ടുപേരും ശ്രദ്ധിക്കാതെ പോകുന്ന സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രെയിൻ എന്ത് ചെയ്യും, ബ്രേക്ക് അപ്ലൈ നിൽക്കും. ദി കവച് സെറ്റപ്പ് ഇൻവോൾവ്സ് 3 components. ഒന്ന് ഒരു RFID ടെക്നോളജിയാണ്, ട്രാക്കിലും അതുപോലെ ട്രെയിനിലും ഒക്കെ. റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ കമ്പ്യൂട്ടർ, പിന്നെ ബ്രേക്ക് ഇൻ്റർഫേസ് എക്യുപ്മെൻറ്റ്സ് ഇൻ ലോക്കോമോട്ടീവ്സ്. അതുപോലെ റേഡിയോ ഇൻഫ്രാസ്ട്രക്ചർ വേണമല്ലോ, ഇൻക്ലൂഡിങ് ടവർ, മോഡം, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട ടവറുകൾ, സാറ്റലൈറ്റ് പറ്റുമെങ്കിൽ അങ്ങനെ കുറച്ചുകൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനം സാറ്റലൈറ്റിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. മിഷൻ റഫ്താർ. മിഷൻ റഫ്താർ ഈസ് എ പ്രൊജക്ട് ബൈ ദി ഇന്ത്യൻ റെയിൽവേസ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ട്രെയിൻസ് ഓൺ ബിസി റൂട്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കവച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കവച് ഈസ് പ്ലാൻഡ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ഓൺ ഡൽഹി, മുംബൈ ആൻഡ് ഡൽഹി ഹൗറ corridors of 309 route kilometers as part of the Mission Raftar project. Bids are invited. കണ്ടോ, മിഷൻ റഫ്താർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പം എന്താ മിഷൻ റഫ്താർ, സ്പീഡ് കൂട്ടുന്ന പദ്ധതിയാണ് മിഷൻ റഫ്താർ. അതുമായി ബന്ധപ്പെട്ട എന്തിൻ്റെ ഇൻസ്റ്റലേഷനെ പറ്റി പറയുന്നുണ്ട്, കവചിൻ്റെ ഇൻസ്റ്റലേഷൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു പദ്ധതിയാണ് ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് മേരി സഹേലി, അല്ലെങ്കിൽ മൈ സഹേലി എന്ന് പറയുന്നൊരു പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പൊതുവേ സ്ത്രീജനങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് ചെറിയൊരു ജനങ്ങൾ ട്രെയിനിലെന്നല്ല എവിടെ യാത്ര ചെയ്യുന്നതിൽ ചെറിയൊരു ഭയമൊക്കെ പലപ്പോഴും ലേറ്റ് നൈറ്റ് ട്രാവലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉറങ്ങി എണീറ്റ് യാത്ര ചെയ്യേണ്ട ദീർഘദൂര യാത്രകൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒന്നിലധികം ദിവസങ്ങൾ, ഇപ്പോൾ രാത്രികൾ ഒരുപാട് കടന്നു പോകേണ്ട സാഹചര്യത്തിലൂടെ ട്രെയിൻ ഗതാഗതം ദീർഘദൂര യാത്രയിൽ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ സ്ത്രീകളൊക്കെ തനിച്ച് യാത്ര ചെയ്യുമ്പോഴോ അല്ലാതെ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ തന്നെയും അവരുടെ ഒരു സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരംഭിച്ച പദ്ധതിയാണ് ഈ മേരി സഹേലി എന്ന് പറയുന്നത്. This initiative was launched as a pilot project by the Railway Protection Force across the Southeastern Railway for the security of women passengers in trains originating in that zone. ഏത് സൗത്ത് റെയിൽവേ സോണിലാണ് ഇത് ആരംഭിച്ചത്. നോട്ട് ചെയ്യാം, എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിലാണ് ഇത് ആരംഭിച്ചതെങ്കിലും പിന്നീട് by 2020 the initiative has been rolled over to all zonal railways across Indian Railway network from 17/10/2020. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാ റെയിൽവേ സോണുകളിലേക്കും ഇത് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓപ്പറേഷൻ മൈ സഹേലി ഓർ മേരി സഹേലി. Meri Saheli initiative was launched to provide safety and security to lady passengers travelling by trains for their entire journey from originating station to terminating station. Dedicated teams of lady RPF personnel, Railway Protection Force personnel, have been assigned across all zonal railways for this implementation. അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു സംവിധാനമാണ് കൊറാസ്. എന്താണ് കൊറാസ്? കമാൻഡോസ് ഫോർ റെയിൽവേ സെക്യൂരിറ്റി. അതാണ് കോറാസിൻ്റെ പൂർണ്ണരൂപം, കമാൻഡോസ് ഫോർ റെയിൽവേ സെക്യൂരിറ്റി. കോറാസ് മിടുക്കരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഉപയോഗിച്ചിട്ടുള്ളൊരു കമാൻഡോ ഫോഴ്സാണ്. ഇപ്പോൾ റെയിൽവേ ഇന്ന് വലിയ കുഴപ്പമില്ല, പണ്ടൊക്കെ പലതരത്തിലുള്ള അറ്റാക്കുകൾക്കും ഹോസ്റ്റേജ് സിറ്റുവേഷൻസിനും ഹൈജാക്കിങ്ങിനും ഒക്കെ വിധേയമാവുന്ന പരിപാടികളുണ്ട്. അപ്പോൾ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യുന്ന പോലെ തന്നെ പ്ലെയിൻ താരതമ്യേന കുറച്ചുകൂടി കൺട്രോൾഡാണ്, ട്രെയിൻ അത്ര കണ്ട് കൺട്രോൾ കിട്ടത്തില്ല. എന്നിരുന്നാലും അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ടെററിസം, അതുപോലെ നക്സലിസം, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ വടക്കാട് മേഖലകളിലൂടെയൊക്കെ ട്രെയിൻ ഗതാഗതങ്ങളുള്ളതാണ്. വളരെ സിറ്റി കൂടെ ഒന്നും അല്ല ട്രെയിൻ പോകുന്നത്, അല്ലേ, ഗ്രാമപ്രദേശങ്ങളിൽ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ് ട്രെയിന്. അപ്പോൾ നക്സലിസം, ടെററിസം പോലുള്ള ആക്ടിവിറ്റീസിനെ കോമ്പാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ കമാൻഡോ വിങ് ആണ് കൊറാസ് എന്നിറങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ കമാൻഡോസ് ഫോർ റെയിൽവേ സെക്യൂരിറ്റി യൂണിറ്റ് വിതിൻ ദ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് with the aim of developing world-class capabilities to respond effectively to various situations including damage, disturbance, disruption of train operations, attacks, hostage situation, hijacks and disasters. അപ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് വരാമല്ലോ, അതിനോടും പ്രതികരിക്കാൻ കൊറാസ് ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്.
റെയിൽവേ ബോർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, അത് ഇനി പ്രധാനപ്പെട്ട മറ്റ് ചില വസ്തുതകൾ കൂടി ഒന്ന് നോക്കുകയാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പറയാത്ത ചില വസ്തുതകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റെയിൽവേ ബോർഡ് 1905 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സർ തോമസ് റോബർട്ട്സൺ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം. ചോദിക്കാവുന്നതാണ്, റെയിൽവേ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആരുടെ റെക്കമെൻഡേഷൻ? സർ തോമസ് റോബർട്ട്സൺ. അപ്പോൾ നമ്മൾ 2 കമ്മിറ്റി റെയിൽവേയുമായി ബന്ധപ്പെട്ട് പഠിച്ചു. ഒന്ന് അക്വർത്ത് കമ്മിറ്റി. എന്താ അക്വർത്ത് കമ്മിറ്റി? 1924 റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് അക്വർത്ത് കമ്മിറ്റി. അതുപോലെ സർ തോമസ് റോബർട്ട്സൺ കമ്മിറ്റി പഠിച്ചു. എന്താ തോമസ് റോബർട്ട്സൺ കമ്മിറ്റി? റെയിൽവേ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് റെക്കമെൻഡേഷൻസ് നൽകിയ കമ്മിറ്റിയുടെ പേരാണ് സർ തോമസ് റോബർട്ട്സൺ. എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 1905 1905 റെയിൽവേ ബോർഡ് നിലവിലും വരുന്നുണ്ട്. The first metro rail in India is the Kolkata Metro Rail established in 1984. ആദ്യ ഇന്ത്യയിലെ മെട്രോ റെയിൽ, ഇന്ത്യ നമുക്കറിയാം മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. 1000 കിലോമീറ്ററിൽ കൂടുതൽ ലെങ്തിൽ മെട്രോ റെയിൽ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് കൊൽക്കത്ത മെട്രോ റെയിലാണ് 1984 എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യം മോണോ റെയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മുംബൈയിലാണ്, 2014 വളരെ ലേറ്റസ്റ്റ് ആയിട്ടാണ് അല്ലേ. 2014 മാത്രമാണ് ഇന്ത്യയിലെ മോണോ റെയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് ആദ്യം വരുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കുക, മുംബൈ. മോണോ റെയിൽ മെട്രോ നമ്മൾ മോണോ റെയിൽ എന്ന് പറഞ്ഞാൽ മോണോ എന്ന വാക്കിൻ്റെ അർത്ഥം മോണോ മീൻസ് 1, ഒരൊറ്റ റെയിലേ ഉണ്ടാവുള്ളൂ. അതിൽ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുന്ന സംഭവമാണ് ഉണ്ടാവുക. ഓക്കെ, ഒരൊറ്റ റെയിൽ ഉണ്ടാവുള്ളൂ, നമ്മുടെ 2 റെയിൽ ഉണ്ടാവില്ല. പിന്നെ മറ്റേതാണെങ്കിൽ 2 റെയിൽ ഉണ്ടാവില്ല. ആ 2 റെയിലിൽ കൂടി ആയിരിക്കുമല്ലോ ട്രെയിൻ കടന്നു പോകുന്നത്. ഇതിനകത്ത് ഒരൊറ്റ റെയിൽ നടുവിലൂടെ ഒരൊറ്റ സാധനം ഉണ്ടാവും. അതിൻ്റെ അപ്പുറം ഇപ്പുറം കൂടി ആയിട്ട് കാലിട്ട് നമ്മൾ സൈക്കിളിലൊക്കെ ഇരിക്കുന്ന പോലെ ട്രെയിൻ ഇങ്ങനെ പോകും. ഓക്കെ, അതാണ് മോണോ റെയിൽ സംവിധാനം. അത് ആദ്യമായിട്ട് വരുന്നത് മുംബൈയിലാണ്. ഡെക്കാൻ ക്വീൻ സെർവിങ് ബിറ്റ്വീൻ മുംബൈ ആൻഡ് പൂനെ ഈസ് ദി ഫസ്റ്റ് ഇലക്ട്രിക് ട്രെയിൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്? ചോദ്യമാണ്. ഡെക്കാൻ ക്വീനാണ് ആദ്യത്തെ ഇന്ത്യയിലെ ഇലക്ട്രിക് ട്രെയിൻ മുംബൈ പൂനെയ്ക്കും ഇടയിൽ സർവീസ് നടത്തിയത്. അതുപോലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു ടെർമിനലൊക്കെ ഉണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട്. റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന്, ഏത്? ഛത്രപതി ശിവജി ടെർമിനൽ, നമ്മുടെ CST മുംബൈ. നമ്മുടെ മുംബൈ തീവ്രവാദ ആക്രമണമൊക്കെ ഉണ്ടായ സമയത്തൊക്കെ അറ്റാക്ക് ചെയ്യപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. ഇതിന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പദവിയൊക്കെ കിട്ടിയിട്ടുണ്ട്. CST മുംബൈ, ഛത്രപതി ശിവജി ടെർമിനൽ മുംബൈ. ഇന്ത്യസ് ഫസ്റ്റ് ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് മൻവാലാണ്. ജമ്മു ഉധംപൂർ റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള മൻവാലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ എന്ന റെക്കഗ്നിഷൻ ഉള്ളത്. അതുപോലെ ചാണക്യപുരി ഇൻ ന്യൂഡൽഹി ഇസ് ദ റെയിൽ മ്യൂസിയം സിറ്റുവേറ്റഡ് വെയർ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 1970. 1977 ആണ് ഇന്ത്യയിൽ ആദ്യമായി റെയിൽ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എവിടെയാണത്? ചാണക്യപുരിയിൽ, ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലാണ് റെയിൽ മ്യൂസിയം. ധാർ എക്സ്പ്രസ് ഇസ് ദ ട്രെയിൻ ദാറ്റ് ഇസ് റണ്ണിംഗ് ബിറ്റ്വീൻ കറാച്ചി ആൻഡ് ജോധ്പൂർ ആൻഡ് സംജൗദ എക്സ്പ്രസ് ഇസ് ബിറ്റ്വീൻ ഡൽഹി ആൻഡ് ലാഹോർ. അപ്പോൾ 2 പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ സഞ്ചരിക്കുന്ന റെയിൽവേ സംവിധാനങ്ങളാണ്. ഒന്ന് ധാർ എക്സ്പ്രസ് കറാച്ചിക്ക് ജോധ്പൂറിനും ഇടയിൽ, 2 സംജൗദ എക്സ്പ്രസ് ഡൽഹി ലാഹോറിനിടയിൽ. സംജൗദ എന്നിപ്പോൾ പണിയെടുക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ കറൻ്റ്ലി ദർ ആർ 3 പാസഞ്ചർ ട്രെയിൻ സർവീസസ് കണക്ടിങ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഒന്ന് മൈത്രി എക്സ്പ്രസ് ആണ്, കൊൽക്കത്ത മുതൽ ധാക്ക വരെ മൈത്രി എക്സ്പ്രസ് വളരെ ഫേമസ് ആണ്. 2 ബന്ധൻ എക്സ്പ്രസ് ആണ്, കൊൽക്കത്ത മുതൽ ഖുൻല വരെ. പിന്നെ ഉള്ളത് മിതാലി എക്സ്പ്രസ് ആണ്, ന്യൂ ജൽപായ്ഗുരി മുതൽ ധാക്ക വരെ എന്ന രീതിയിലുള്ള മിതാലി എക്സ്പ്രസ്. 3 സർവീസുകൾ ഇന്ത്യയും ബംഗ്ലാദേശ്, 2 സർവീസുകൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടും ട്രെയിൻ നടത്തുന്നുണ്ട്. ദ ട്രെയിൻ വിച്ച് ഇസ് സെർവിംഗ് ഇൻ ടു ബുദ്ധിസ്റ്റ് പിൽഗ്രിം സെൻറ്റേഴ്സ് ഇസ് കോൾഡ് ഗ്രേറ്റ് ഇന്ത്യൻ റോവർ. അത് ഞാൻ ഓൾറെഡി നേരത്തെ സൂചിപ്പിച്ചു. ഗ്രേറ്റ് ഇന്ത്യൻ റോവർ നൗ നോൺ ആസ് ദി ബുദ്ധ പരിക്രമ. ഇന്ന് അറിയപ്പെടുന്ന പേര് ബുദ്ധ. നമ്മൾ പറഞ്ഞില്ല ഇവിടെ ഏതാണ് നമ്മുടെ രാമായണ സർക്യൂട്ടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ ബുദ്ധ പിൽഗ്രിമേജ് സെൻറ്ററുകളിൽ കണക്ട് ചെയ്യുന്നതാണ് ബുദ്ധ പരിക്രമ എന്നറിയപ്പെടുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ റോവർ പണ്ടറിയപ്പെട്ടിരുന്ന പേര് ഇപ്പോൾ ബുദ്ധ പരിക്രമ എന്ന് വിളിക്കുന്നു. ഇതിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ ജേർണി എന്ന് പറയുന്നത് വിവേക് എക്സ്പ്രസ് ആണ്. ഇതിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് വിവേക് എക്സ്പ്രസ് ആണ്. ലോങ് മീൻസ് ട്രാവൽ ചെയ്യുന്ന റൂട്ടിനെയാണ് ഉദ്ദേശിച്ചത്, ലോങ് എന്ന് ട്രെയിനിൻ്റെ നീളമല്ല കേട്ടോ. വിവേക് എക്സ്പ്രസ് ആണ് വിച്ച് കവേഴ്സ് വിച്ച് ട്രാവൽ ഫ്രം കന്യാകുമാരി ടു ദിബ്രുഗഡ്. 4000 കിലോമീറ്ററിൽ കൂടുതൽ കവർ ചെയ്യുന്ന കന്യാകുമാരി മുതൽ ദിബ്രുഗഡ്, ആസാമിലെ ദിബ്രുഗഡ് വരെ. കണ്ടോ, കന്യാകുമാരി മുതൽ ആസാമിലെ ദിബ്രുഗഡ് വരെ എന്ന രീതിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ലോങ്ങസ്റ്റ് റെയിൽ കണക്ടിവിറ്റി സംവിധാനമാണ് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും നീളം കൂടിയ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ നെറ്റ്വർക്കാണ്, അല്ലെ റെയിൽ ഗതാഗതമാണ് ഈ ഒരു വിവേക് എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്. ഏതാണ്? വിവേക് എക്സ്പ്രസ് എന്ന ട്രെയിനാണ് ഏറ്റവും നീളത്തിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് ഓടുന്ന ട്രെയിൻ എന്ന് പറയുന്നത്. 9 സംസ്ഥാനങ്ങളിലായിട്ട് 83 മണിക്കൂർ എടുത്ത് ട്രാവൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വിവേക് എക്സ്പ്രസ് എന്ന് പറയുക. 150 സ്വാമി വിവേകാനന്ദൻ്റെ 150ാമത്തെ ബർത്ത്ഡേയും അല്ലെങ്കിൽ ബർത്ത് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സർവീസ് ആരംഭിച്ചിട്ടുണ്ടായിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വിവേക് എക്സ്പ്രസ് എന്ന പേര് വന്നത്. ദ ട്രെയിൻ വിച്ച് സെർവിംഗ് ഇൻ ടു ബുദ്ധിസ്റ്റ് പിൽഗ്രിം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഇന്ത്യസ് ഫസ്റ്റ് ഡിഫറൻഷ്യലി ഏബിൾഡ് ഫ്രണ്ട്ലി ട്രെയിൻ എന്ന് പറയുന്നത് പൽനാട് എക്സ്പ്രസ് ആണ്. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ നമ്മൾ അംഗപരിമിതി ദിവ്യാംഗരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള
ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രെയിനാണ് പൽനാട് എക്സ്പ്രസ്. അതുപോലെ ഇന്ത്യയുടെ ആദ്യ ഫുള്ളി കോർപ്പറേറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് തേജസ് എക്സ്പ്രസ് ആണ്. പ്രൈവറ്റ് എന്നോ കോർപ്പറേറ്റ് എന്നോ രണ്ടും വിളിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന തേജസ് എക്സ്പ്രസ് ആണ് കേട്ടോ. തേജസ് എക്സ്പ്രസ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ കൊമേർഷ്യൽ എന്നറിയപ്പെടുന്ന ട്രെയിൻ. അതുപോലെ നവയുഗ ഓർ ന്യൂ എറ എക്സ്പ്രസ് ഈസ് എ വീക്ക്ലി ട്രെയിൻ ദറ്റ് പാസസ് ത്രൂ 15 ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ദ ഓൺലി ട്രെയിൻ ഇൻ ദ കൺട്രി ടു ഡു സോ. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്റ്റേറ്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് നവയുഗ എക്സ്പ്രസ് അല്ലെങ്കിൽ ന്യൂ എറ എക്സ്പ്രസ് ആണ്. നവയുഗ എക്സ്പ്രസ് എന്നായിരിക്കും കൂടുതലും ചോദ്യത്തിന് സാധ്യത. നവയുഗ എക്സ്പ്രസ് എത്ര സംസ്ഥാനം? 15 സംസ്ഥാനം. ഇതാണ് ഒരേ ഒരു ഇന്ത്യയിൽ ഇത്രയും നമ്പർ ഓഫ് സംസ്ഥാനങ്ങളിലൂടെ കണക്ട് ചെയ്ത് പോകുന്ന ഒരേ ഒരു ട്രെയിനേ ഉള്ളൂ. അത് നവയുഗ എക്സ്പ്രസ് ആണ്. ന്യൂ എറ എക്സ്പ്രസ് എത്രയാണ്? മാക്സിമം 15 ഇന്ത്യൻ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു. അതുപോലെ വൈഫൈ സംവിധാനം ഏർപ്പാടാക്കിയ 2013 ഉണ്ട് ഹൗറ രാജധാനി എക്സ്പ്രസ് ആണ് കേട്ടോ. ഹൗറ രാജധാനി എക്സ്പ്രസ്സിലാണ് ആദ്യമായിട്ട് വൈഫൈ സംവിധാനം ഇന്ത്യൻ റെയിൽവേയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മുംബൈ സെൻട്രൽ became the first station to receive the first free public Wi-Fi services which has been launched by the RailTel. RailTel നമുക്ക് അറിയാവുന്നതാണ്. റെയിൽവേയുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ് റെയിൽടെൽ എന്ന് പറയുന്നത്. അപ്പോൾ റെയിൽടെൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആദ്യമായിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള പബ്ലിക് വൈഫൈ സർവീസ് ആരംഭിച്ചിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചാൽ അത് മുംബൈ സെൻട്രലാണ്. മുംബൈ സെൻട്രൽ തന്നെയാണ് നമ്മുടെ മുംബൈ CST ഛത്രപതി ശിവജി മുംബൈ CST തന്നെയാണ്. ആദ്യ ട്രെയിൻ ചോദിക്കുകയാണെങ്കിൽ ഹൗറ രാജധാനി എക്സ്പ്രസ് ആണ്. ട്രെയിൻ 18 എന്ന പേരിൽ വന്ന് പിന്നീട് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന രീതിയിൽ മാറിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ 18 അഥവാ വന്ദേ ഭാരതാണ്. 180 km/h വേഗത വരെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇന്ന് 180 km/h വേഗതയിലല്ല ഓടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി 180 km/h ആണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലേ. 2015 ഫെബ്രുവരി 19 ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ഡൽഹിക്കും വാരണാസിക്കും ഇടയിലായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്ത് വിടുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഇന്ത്യയുടെ ഫേസ് ചേഞ്ചിങ് ആയിട്ടുള്ള ഓരോ പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. വന്ദേ ഭാരത് എന്ന ട്രെയിൻ കാണുന്നതിന് നല്ല ഭംഗിയാണ്. അത്തരത്തിൽ വൃത്തിയുള്ള ട്രെയിൻ സംവിധാനം നമുക്ക് വേണം. നമ്മൾ ഇന്ത്യക്കാർ ഇതൊക്കെ അർഹിക്കുന്നുണ്ടേ. കുറേയൊക്കെ നമ്മൾ തന്നെ പോയി കേടാക്കുന്നുണ്ടല്ലോ. നമ്മുടെ സാധാരണ ട്രെയിനിൽ പല ട്രെയിനുകളും കേടാൻ പോലും നമുക്ക് തോന്നില്ല. അത്ര വൃത്തികളുള്ള ട്രെയിനും റെയിൽവേ സ്റ്റേഷൻസൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചാലേ ഇതൊക്കെ വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. നമ്മൾ തന്നെ വിചാരിക്കുക നമുക്ക് ഇത്തരത്തിലുള്ള നല്ല സംവിധാനങ്ങളൊക്കെ തരുമ്പോൾ അത് നമ്മൾ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കാനും പരിപാലിക്കുന്നതിനും ഇന്ത്യക്കാർ ബാധ്യസ്ഥരാണ്. അത് നമുക്ക് വേണ്ടി നമ്മൾ ഇതിലൊക്കെ യാത്ര ചെയ്യണ്ടേ അല്ലേ. നമ്മൾ ഈ പറയുന്ന പൊടിയും പിടിച്ച് കിടക്കുന്ന ട്രെയിനിലൊക്കെ യാത്ര ചെയ്താൽ മതിയോ? പോരാ. നമുക്ക് ഈ സാധനങ്ങൾ വേണം. നമുക്ക് ഇങ്ങനത്തെ മികച്ച സംവിധാനങ്ങൾ വേണം. അത് നമ്മൾ ആവശ്യപ്പെടും. അത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനോട് പോയി പണി നോക്കാൻ പറയണം അല്ലേ. എന്തിനാ അങ്ങനെ ഒരു ഗവൺമെൻറ് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇത് നമുക്ക് ഈ ഇത്തരത്തിലുള്ള നല്ല മികച്ച സംവിധാനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് കിട്ടുമ്പോൾ അത് പരിപാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നല്ലത് തരാം എന്ന് ഗവൺമെൻറ് പറഞ്ഞു, നല്ലത് തന്നതിന് പിന്നെ മോശമാക്കിയിട്ട് പിന്നെ എനിക്ക് ഇനിയും നല്ലതാ എന്ന് ഞാൻ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് നല്ലപോലെ പരിപാലിക്കാൻ പൊതുവേ നമുക്കത് അറിയില്ല. പക്ഷേ അതിനുള്ള അറിവ് നമ്മൾ നേടേണ്ടതുണ്ട് അല്ലേ. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ നേടിയെടുക്കേണ്ടത്. പലർക്കും സാമാന്യ മര്യാദകൾ പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ പലയിടങ്ങളിലും കാണാൻ പറ്റുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല പലയിടത്തും കാണാം. കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ബീം ഹൈ ബീം ഇട്ട് വണ്ടി ഓടിക്കുന്ന വളരെ വിവരമുള്ള ആൾക്കാരുടെ നാടാണ് കേരളം. ഹൈ ബീം ഫ്ലാഷ് അടിച്ചു കൊടുത്താൽ പോലും പാസ് അടിച്ചു കൊടുത്താൽ പോലും ലോ ബീമാക്കാതെ അത് ഇട്ടുകൊണ്ട് വണ്ടി ഓടിച്ചു പോകുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള മലയാളികൾ കൂടിയുള്ള പ്രബുദ്ധ മലയാളികളുള്ള നാടാണ്. അത്ര കണ്ട് വിവരം പൊളിഞ്ഞു പോയിരിക്കുന്ന മലയാളികളുള്ള നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ അത്തരത്തിലുള്ള സിവിക് സെൻസ് നമുക്ക് പൊതുവേ കുറവാണെന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് ആ സിവിക് സെൻസിൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ്. അത് നമ്മളൊന്ന് മെച്ചപ്പെടുത്തേണ്ടത്. അറ്റ്ലീസ്റ്റ് നമ്മളിനി വരാനിരിക്കുന്ന തലമുറയിലെ കുട്ടികൾക്കെങ്കിലും അതുണ്ടാവട്ടെ എന്താ പറയുക പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവരും കൂടെ അങ്ങ് നന്നായി തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അവൻ നന്നായില്ല അതുകൊണ്ട് ഞാൻ നന്നാകുന്നില്ല എന്ന് പറയണ്ട. ഞാനങ്ങ് നന്നാവുക, അവൻ നാളെ നന്നായിക്കോട്ടെ എന്നങ്ങ് കരുതിയാൽ മതി കേട്ടോ. അവനവൻ നല്ല രീതിയിലുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റിയ നല്ല കാര്യമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ഹെഡ്ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കുന്നതിൽ ഹൈ ബീം ഇട്ട് പോകുന്നത് പോലും മറ്റുള്ളവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പം നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുന്നവരല്ല എന്നാണ് അതിൻ്റെ ഉത്തരം തന്നെ കേട്ടോ. അപ്പം നിങ്ങൾ ക്ലാസ് കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഇതുപോലെ ഹൈ ബീം ഇട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഹൈവേയിലൂടെ ഓടുന്ന സമയത്ത് ഹൈ ബീം ഇട്ട് ഓടിച്ചോ. പക്ഷേ സാധാരണ നിരക്കുകളിലൂടെ ഓടുന്ന സമയത്ത് രാത്രികാലം പരമാവധി അത് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അച്ഛനോ അപ്പൂപ്പനോ അല്ലെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്നൊന്നും അടുത്ത് കാണാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഹൈ ബീം വിട്ടാലും അടുത്ത് കാണാൻ പറ്റത്തില്ല. അത് വേറെ കാര്യം. അത് അവർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു ബോധം എല്ലാവരിലേക്കും വൽക്കരിക്കുക കേട്ടോ.
നമ്മളെങ്കിലും നല്ല രീതിയിൽ നാളേക്ക് വേണ്ടി നമ്മൾ നന്നാവുമായിരിക്കുന്ന പ്രതീക്ഷ നമ്മളിലൂടെ വേണം ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാനായിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് വന്ദേ ഭാരത് പോലുള്ള നല്ല സംവിധാനങ്ങൾ നമുക്ക് കിട്ടട്ടെ. ഇനിയും ഇതുപോലെ റെയിൽവേ സംവിധാനങ്ങൾ മെച്ചപ്പെട്ട് പോകണം. ഏതൊരു ഗവൺമെൻറ് വന്നാലും നമുക്ക് ആവശ്യമുള്ള നല്ല വൃത്തിയും വെടിപ്പുമുള്ള നല്ല വേഗതയുമുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഇത് പിന്നെ ഒരു അഫോർഡബിലിറ്റിയും കൂടി വേണം കേട്ടോ. വന്ദേ ഭാരതൊക്കെ ഭയങ്കര ടിക്കറ്റ് ഭയങ്കര ചാർജാണ്. അത്രയും കൂടി അത് ശരിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളതെന്ന് നമുക്ക് പറയാം. ടിക്കറ്റ് ചാർജും കൂടി കുറേയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഉയർന്ന ടിക്കറ്റ് ചാർജ് ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയും വൃത്തിയായിട്ട് ഈ വണ്ടി നിലനിൽക്കുന്നതെന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. അറിയത്തില്ല, ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ വൃത്തികേടാവാനുള്ള സാധ്യത കൂടും. ട്രയൽ റൺ ആയിരിക്കാം ഒരു പക്ഷേ, അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ട്രെയിനിൻ്റെ കോസ്റ്റ് ഇപ്പോൾ ഈസ് ഓൺ ദി ഹയർ സൈഡ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. വന്ദേ ഭാരതിൻ്റെ പ്രൈസ് ഒരല്പം കൂടുതൽ തന്നെയാണ്. എനിഹൗ വരട്ടെ, എന്തായാലും കുറേ കൂടെ കാലം കഴിയുമ്പോൾ വീണ്ടും മെച്ചപ്പെടുന്നു പ്രതീക്ഷിക്കാം. നമുക്കിങ്ങനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ നല്ലതിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒക്ടോബർ 2019 സെക്കൻഡ് സർവീസ് ന്യൂഡൽഹിയിൽ നിന്ന് കാത്രയിലേക്ക് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫെബ്രുവരിയിലാണ് ആദ്യ സർവീസ് വന്ദേ ഭാരതിൻ്റെ ഓടിയിട്ടുണ്ടായിരുന്നത്. പഴയ പേര് ട്രെയിൻ 18 എന്നാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കും. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലാണ് അതിൻ്റെ നിർമ്മാണമൊക്കെ നടന്നിരിക്കുന്നത്, നമുക്കറിയാം. അതുപോലെ സാൻസ്കൃതി എക്സ്പ്രസ് ഇസ് ലോഞ്ച്ഡ് ആസ് പാർട്ട് ഓഫ് ദി സെലിബ്രേഷൻസ് ഓഫ് 150th ബർത്ത് ആനിവേഴ്സറി ഓഫ് ശ്രീ രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ 150ാമത്തെ ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത ട്രെയിൻ ഏതെന്ന് ചോദിച്ചാൽ അത് സാൻസ്കൃതി എക്സ്പ്രസ് ആണ്, മനസ്സിലാക്കിയിരിക്കുക. ഇന്ത്യയുടെ ആദ്യ ഡബിൾ ഡെക്കർ കോച്ച് ഫാക്ടറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കപൂർത്തല, പഞ്ചാബിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിനിൻ്റെ കോച്ച് ഫാക്ടറി നിലവിലുള്ളത് കപൂർത്തലയിലാണ്, പഞ്ചാബിലാണ്. റെയിൽവേ വിഡ്ത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിനകത്ത് നിന്ന് കാണാൻ പറ്റുന്ന പോലെ വി ഹാവ് ബ്രോഡ് ഗേജ്. അബൌട്ട് 74% ഓഫ് ഇന്ത്യാസ് റെയിൽവേ ലൈൻസ് ആർ ബ്രോഡ് ഗേജ്. എന്താ ബ്രോഡ് ഗേജ്? ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ 1.66 മീറ്റർ വിഡ്ത്തുള്ള റെയിൽവേ പാളമില്ലേ, റെയിൽവേ പാളം, ആ പാളത്തിൻ്റെ വീതി എന്ന് പറയുന്നത് ഈ 1.676 മീറ്ററാണ്. അതിന് ബ്രോഡ് ഗേജ് റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടുമുക്കാലും ബ്രോഡാണ് കേട്ടോ. നമ്മൾ സാധാരണ പാസഞ്ചർ ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന ഒട്ടുമുക്കാൽ റെയിൽവേ സിസ്റ്റംസ് നമ്മൾ നോക്കിയാലും ട്രെയിനുകൾ നോക്കിയാലും എല്ലാം ബ്രോഡ് ഗേജ് ആയിരിക്കും. അവർ ആ റെയിലിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 1.676 കാണാം. അത്രയും വീതി വേണമല്ലോ നമുക്ക്, ട്രെയിനും വലിപ്പം വേണം. പിന്നെ നമുക്ക് മീറ്റർ ഗേജ് ഉണ്ട്. 21% സർവീസുകൾക്ക് മീറ്റർ ഗേജ് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിലെ റെയിൽ വിഡ്ത്തുകളിൽ. മീറ്റർ ഗേജ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 മീറ്ററാണ്. ഈ റെയിലിന് തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 മീറ്റർ ആയിരിക്കും. അതിനാണ് മീറ്റർ ഗേജ് എന്ന് പറയുക. പിന്നെ നമുക്ക് നാരോ ഗേജ് ഉണ്ട്. നാരോ ഗേജ് ഒരു 5% വരുന്ന റെയിലുകൾ നാരോ ഗേജുമാണ്. നാരോ ഗേജ് ഇപ്പോൾ നമ്മളങ്ങ് ഉപയോഗിക്കാറേ ഇല്ല. നാരോ ഗേജ് എന്ന് പറയുമ്പോൾ 762 മില്ലി, അതായത് 76 സെൻറ്റിമീറ്ററാണ്. രണ്ട് റെയിലുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കേവലം 76 സെൻറ്റിമീറ്റർ വരുന്ന നാരോ ഗേജ്. അതിൽ തന്നെ ലൈറ്റ് ഗേജ് ഉണ്ട്. ലൈറ്റ് ഗേജ് എന്ന് പറഞ്ഞാൽ 610, അതായത് 61 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ 76 സെൻറ്റിമീറ്റർ വന്നാലോ 61 സെൻറ്റിമീറ്റർ വന്നാലോ നമ്മൾ പൊതുവെ അതിനെ നാരോ ഗേജ് തന്നെ പറയുമെങ്കിലും ശരിക്കും 76 നാരോ ഗേജ്. 61 വരുമ്പോൾ അതിനെ ലൈറ്റ് ഗേജ് എന്ന് വിളിക്കും. ലൈറ്റ് ഗേജ് എന്ന് വിളിക്കുന്ന സാഹചര്യമുണ്ട്. ഓക്കെ, വളരെ ചെറുതായിപ്പോൾ അതൊക്കെ വളരെ ചെറിയ പ്രൈവറ്റ് ട്രെയിനിൻ്റെയും മറ്റും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് ലൈൻ, ശകുന്തള റെയിൽവേ. കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല നിങ്ങൾ. എന്താണ് ശകുന്തള റെയിൽവേ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നത്. ശകുന്തള റെയിൽവേ ഈസ് ദി സോൾ പ്രൈവറ്റ് റെയിൽവേ ലൈൻ ഇൻ ഇന്ത്യ. പക്ഷേ ഇന്ന് നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഇറ്റ് ഈസ് എ നാരോ ഗേജ്. ഇതൊരു നാരോ ഗേജ് ആണ്. മഹാരാഷ്ട്രയിൽ സെൻട്രൽ പ്രൊവിൻസസ് റെയിൽവേ കമ്പനി ഓപ്പറേറ്റ് ചെയ്തിരുന്നൊരു റെയിൽവേ ആണ് ശകുന്തള റെയിൽവേ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഫേമാണ്. അന്ന് 1910 ട്രാൻസ്പോർട്ട്, കോട്ടൺ, പരുത്തി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അന്ന് 1910 ആരംഭിച്ചൊരു സിസ്റ്റമാണ്. കണ്ടാൽ തന്നെ അറിയാം ഒരല്പം പ്രാചീനതയുണ്ടെന്നല്ലേ. യെസ്, ഇന്നത് ഇനാക്റ്റീവാണ് കേട്ടോ. ആക്റ്റീവ് ഒന്നുമല്ല. ശകുന്തള റെയിൽ ലൈൻ എന്ന് പറയുന്ന സംഭവം ഇന്ന് നിലവിൽ ഇല്ലയെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇതൊരു 190 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ളൊരു നാരോ ഗേജ് റെയിൽ ലൈൻ ആയിരുന്നു. യവത്മാൽ മുതൽ മൂർത്തിജാപൂർ വരെ എന്ന രീതിയിൽ മഹാരാഷ്ട്രയിൽ റൺ ചെയ്തിരുന്നൊരു ചെറിയ കോട്ടൺ കളക്ട് ചെയ്യുന്നു, എത്തിക്കുന്നു, അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന റെയിൽവേ നെറ്റ്വർക്ക്. എന്നാൽ ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾ കണ്ണഞ്ചപ്പിക്കുന്ന രീതിയിലും വൃത്തിയും വിനയും ഒക്കെയുള്ള ലക്ഷറി ട്രെയിൻസ് നമുക്കുണ്ട്. അതിലൊന്നായി ഡെക്കാൻ ഒഡീസി എന്നൊക്കെ പറയുന്നത്. കണ്ടോ, ഡെക്കാൻ ഒഡീസി, an initiative of Maharashtra Tourism. The Deccan Odyssey is a perfect amalgamation of transport and luxury. Luxuries ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഒരു ട്രെയിനകത്താൽ നിങ്ങൾക്ക് തോന്നിക്കത്തില്ല. അക്രോസ് വേരിയസ് റൂട്ട് സ്റ്റാർട്ടിങ് ഫ്രം മുംബൈ ആൻഡ് ഡൽഹി. മുംബൈ ഡൽഹിക്കും ഇടയിലുള്ള പല റൂട്ടുകളിലേക്കുള്ള സഞ്ചാരത്തിന് വേണ്ടി ഡെക്കാൻ ഒഡീസി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അതിന് വേണ്ടി ടിക്കറ്റ് പോകും. നല്ല പൈസയാവും, അത് വേറെ കാര്യം. അത് നിങ്ങൾക്ക് ട്രെയിനിൻ്റെ സംവിധാനം മൊത്തത്തിൽ ബുക്ക് ചെയ്ത് പോകണം. അതുകൊണ്ട് ഒരാളായിട്ടൊന്നും പോകാനായിട്ടത് വളരെ എക്സ്പെൻസീവാണ്. അത് വലിയൊരു ഗ്രൂപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലക്ഷൂറിയസ് ട്രെയിനുകളൊക്കെ ബുക്ക് ചെയ്ത് യാത്രകൾ നടത്താം.
പിന്നുള്ളത് മഹാരാജാസ് എക്സ്പ്രസ് എന്ന് പറയുന്ന മറ്റൊരു ട്രെയിൻ സംവിധാനം. അവാർഡ് ദി വേൾഡ്സ് ലീഡിംഗ് ലക്ഷറി ട്രെയിൻ. വേൾഡ്സ് ലീഡിംഗ് ലക്ഷറി ട്രെയിൻ എന്ന ടൈറ്റിൽ 6 അടുത്തടുത്ത വർഷങ്ങളിൽ വേൾഡ് ട്രാവൽ അവാർഡ്സിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു എന്താ പറയുക ലക്ഷറി ട്രെയിനാണ്. ബ്യൂട്ടിഫുള്ളി എന്താ പറയുക ക്രാഫ്റ്റഡ് ഈ ഒരു മഹാരാജാസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ സർവീസ്. ചോസ് ഫ്രം 8 ഗ്രാൻഡ് ടൂർസ് ഓഫ് ഇന്ത്യ വിറ്റ്നസിങ് പ്ലേസ് പാലസസ് ഫോർട്ട്സ് ആൻഡ് ഹെറിറ്റേജ്. 8 പ്രധാനപ്പെട്ട ടൂർ സൈറ്റുകളിൽ നിന്ന് കണക്ട് ചെയ്ത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്ത് പോകാൻ പറ്റും. ഡൽഹി ടു മുംബൈ ഒക്കെയാണ് പ്രധാനമായിട്ടുള്ള കണക്ഷൻ റൂട്ട്. പിന്നെ വരുന്നത് ഗോൾഡൻ ചാരിയറ്റ്. കർണാടക ടൂറിസം സ്റ്റേറ്റ് ടൂറിസം ബോർഡിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇത് ഗോൾഡൻ ചാരിയറ്റ് എന്ന് പറയുന്ന ട്രെയിൻ സർവീസ്. ഗോൾഡൻ ചാരിയറ്റ് ട്രാവൽ ടു എ നമ്പർ ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് മേക്കിംഗ് ഇറ്റ്സ് വേ ത്രൂ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ നാച്ചുറൽ വണ്ടേഴ്സ് ആൻഡ് കൺട്രി ഹാസ് ടു ഓഫർ. ആ ഒരു കർണാടക ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് പാലസ് ഓൺ വീൽസ് ആണ്. പാലസ് ഓൺ വീൽസ് ഇസ് എ ലക്ഷറി ട്രെയിൻ ഇൻ ഇന്ത്യ ഓഫറിംഗ് എ 7-night 8-day ജേർണി ത്രൂ രാജസ്ഥാൻ ആൻഡ് ആഗ്ര സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഇൻ ഡൽഹി. ഡൽഹിയിൽ തുടങ്ങി ഡൽഹിയിൽ തന്നെ അവസാനിച്ച് ആഗ്ര രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളെയൊക്കെ കണക്ട് ചെയ്ത് പോകുന്നൊരു ലക്ഷറിയസ് ട്രെയിനാണ് പാലസ് ഓൺ വീൽസ് എന്ന് പറയുന്നത്. പണ്ട് നിസാംസ് ഓഫ് ഹൈദരാബാദ് അതുപോലെ രാജസ്ഥാനിലെ പ്രിൻസിലി സ്റ്റേറ്റിലെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന റൂട്ടും ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് നമ്മൾ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സംവിധാനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് യാത്ര ചെയ്യാം. അതിൽ മറ്റൊരു ടൂറിസം സംവിധാനമാണ് റോയൽ രാജസ്ഥാൻ ഓൺ വീൽസ് എന്ന് പറയുന്നത് കേട്ടോ. അത് പാലസ് ഓൺ വീൽസ് പോലെ തന്നെ ഉള്ള ഒരു മറ്റൊരു റെയിൽവേ സംവിധാനം തന്നെയാണ് റോയൽ രാജസ്ഥാൻ ഓൺ വീൽസ് എന്ന് പറയുന്നതും ഒരു ലക്ഷറീസ് ട്രെയിനാണ്. രാജസ്ഥാനിലൂടെയുള്ള എക്സ്പീരിയൻസ് രജപുത്ത് കൾച്ചർ ഓഫ് വാലർ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ ത്രൂ ദി many stunning places and fortresses built in the Rajputana region. Rajputana regionil നിർമ്മിച്ചിരിക്കുന്ന പലതല ഫോർട്ടുകളും എന്താ പറയുക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു സംവിധാനമാണ് അതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇത്രയുമാണ് നമുക്ക് ഇന്ത്യൻ റെയിൽവേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് കവർ ചെയ്യേണ്ടത്. ഇതിനകത്തൊന്നും വിട്ടുപോയിട്ടില്ല, എല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട്. ചില ഫാക്റ്റ് എന്തെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ അറിയേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫാക്റ്റ് ഉൾപ്പെടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ എന്നാൽ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ആദ്യ ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ റെയിൽവേസ്. ഒന്ന്, ദ ഫസ്റ്റ് ഇന്ത്യൻ റെയിൽവേ ലൈൻ ഇൻ ഇന്ത്യ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1853 ബിറ്റ്വീൻ ബോംബെ ആൻഡ് താനെ ഡ്യൂറിംഗ് ദ ടെന്യൂർ ഓഫ് ലോർഡ് ഡൽഹൌസി. ശരിയാണല്ലോ? അതെ. 2, ദ പ്രാക്ടീസ് ഓഫ് സെപ്പറേറ്റ് റെയിൽവേ ബജറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ഇൻ 1924. The practice of separate railway budget was initiated in 1924 based on the recommendations of the Akbarth Committee. ശരിയാണോ? ശരിയാണ്. The separate railway budget was merged with the Union General Budget starting from 2017 എന്ന് പറയും. അതും ശരി തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി is the correct answer. അടുത്ത ചോദ്യം, with reference to the dedicated freight corridors in India, consider the following statements. The eastern dedicated freight corridor connects Ludhiana in Punjab to Dankuni in West Bengal. ശരിയാണോ? ശരിയാണ്. The western dedicated freight corridor is primarily funded by the World Bank. ജപ്പാൻ കൊമേഴ്ഷ്യൽ സംഭവമാണ് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡിനെ ഫണ്ട് ചെയ്ത് വേൾഡ് ബാങ്ക് ഫണ്ട് ചെയ്യുന്ന ആരെയാണ്? ഈസ്റ്റേണിനെയാണ്. അപ്പോൾ രണ്ടാമത്തെ തെറ്റി. 2 തെറ്റിയാൽ ഇത് ഉത്തരം പോകും. 3 കൂടെ വായിച്ചേ പറ്റൂ. These corridors are high-speed, high-capacity railway lines intended exclusively for the transportation of goods and commodities. True. ഉത്തരം കിട്ടിയ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, consider the following statements regarding Kavach system developed by Indian Railways. It is an indigenously developed automatic train protection system designed to enhance safety. തീർച്ചയായിട്ടും. The system automatically applies brakes if the locomotive pilot fails to notice a red signal and the train exceeds a specific speed threshold. തീർച്ചയായിട്ടും അതെ. ട്രെയിൻ തന്നെത്താൻ ബ്രേക്ക് അപ്ലൈ എന്നാണ് പറയുന്നത്. 3, it relies on radio frequency identification technology installed in both the tracks and locomotives. 100% ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇതിൻ്റെയും ഉത്തരം 3 ശരി തന്നെയാണ്. അടുത്ത ചോദ്യം, regarding the Bharat Gaurav scheme, consider the following. It was launched to introduce a third segment for tourists in Indian Railway alongside the existing passenger and goods segments. ശരിയാണ്. These trains operate on fixed regular timetable. Not regular. Fixed അല്ല, regular അല്ല എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ 2 തെറ്റിയപ്പോൾ ഉത്തരം കിട്ടിയ ഓപ്ഷൻ എ. സിമ്പിൾ. അടുത്ത ചോദ്യം, which of the following statements accurately describes the distribution of rail gauges in the Indian railway network? Broad gauge accounts for approximately 50%. ആണോ? അല്ല, 74% നമ്മൾ പറഞ്ഞു. Narrow gauge represents the second largest portion. അല്ല, meter gauge ആണ് second largest. Broad gauge is the most dominant according to 74% of the network, followed by meter gauge at 21%. Absolutely. അല്ലേ? സി ആണ് ശരി. All 3 gauges are distributed equally. അല്ല, സി തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം,
Consider the following statements regarding railway infrastructure project in Jammu and Kashmir. The Chenab Rail Bridge is the world's highest railway bridge, is part of the Udhampur-Srinagar-Baramulla rail link. Ade. The Anji Ghad Bridge is India's first cable-stayed rail bridge. Ade. The Chenab Rail Bridge is designed to be 35 meters higher than the Eiffel Tower in Paris. That is also true. Option D is the correct answer. ശരിയല്ലേ? അടുത്ത ചോദ്യം. The Mary Saheli initiative launched by the Indian Railway Protection Force is primarily aimed at providing medical assistance to senior citizens? No. Ensuring the safety and security of women passengers for their entire journey? Absolutely yes. ഉത്തരം ഓപ്ഷൻ ബി. ബാക്കിയുള്ളത് വായിക്കേണ്ട പോലും കാര്യമില്ല. അടുത്ത ചോദ്യം. With reference to the environmental goals of Indian Railways, consider the following statements. Indian Railways aim to achieve net zero carbon emission by the year 2030. Indian Railway achieves net zero എന്ന് പറഞ്ഞത് 2030 ആണ്. അത് കറക്റ്റാണ്. ഇന്ത്യ എന്നായിരുന്നെങ്കിൽ അത് 2070 ആണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. Approximately 97% of the broad gauge lines in India have already been electrified. That is also true. The government aims to increase the freight share railways from 35 to 45 by 2030 to meet its NDCs. Absolutely true. Option D. ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ നമ്മൾ. ഇതെല്ലാം ഇപ്പോൾ കണ്ടതാണ്, പഠിച്ചതാണ്. അടുത്ത ചോദ്യം. കൺസിഡർ ദി ഫോളോവിംഗ് പെയർസ് ഓഫ് റെയിൽവേ സോൺസ് ആൻഡ് ദർ റെസ്പെക്റ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഗോരഖ്പൂർ ആണോ? അതെ. സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണം ആണോ? അതെ. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ജബൽപൂർ ആണോ? അതെ. നോർത്ത് സെൻട്രൽ റെയിൽവേ പ്രയാഗ്രാജ് ആണ്. അതെ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം. ദ വിവേക് എക്സ്പ്രസ് വിച്ച് റൺസ് ഫ്രം കന്യാകുമാരി ടു ദിബ്രുഗഡ് ഹോൾഡ്സ് ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ബീങ് ദ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ? അല്ല. അതാരാണ്? അത് വന്ദേ ഭാരതാണ്. ദ ഫസ്റ്റ് കോർപ്പറേറ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ? അല്ല. അതാരാണ്? തേജസ് എക്സ്പ്രസ് ആണ്. ദ ലോങ്സ്റ്റ് ട്രെയിൻ? ആബ്സല്യൂട്ട്ലി. ദ ലോങ്സ്റ്റ് ട്രെയിൻ റൂട്ട് ഇൻ ഇന്ത്യ ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം 84 hours and more than 4,000 kilometers in length. അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഉത്തരം കിട്ടി. സി. അടുത്ത ചോദ്യം. ചോദ്യം കഴിഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഇന്ത്യൻ റെയിൽവേസ്. അപ്പോൾ റെയിൽ ഗതാഗതം, ഇനി നമുക്കുള്ളത് വാട്ടർ ഗതാഗതവും വ്യോമ ഗതാഗതം. അത് രണ്ടും കൂടെ നമുക്ക് ഒരൊറ്റ പാട്ടിൽ പരമാവധി ക്ലബ് ചെയ്ത് തീർക്കാൻ പറ്റുമോ നോക്കി നോക്കാം. അതോടുകൂടി നമ്മുടെ ഈ റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യ ഏരിയ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്ത് നടത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് വരുന്ന അവസ്ഥകൾ എല്ലാവർക്കും മനസ്സിലായെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.